minor representations of data. Okay, the data representation is inside the computer and the different architecture schematic and second module നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക്ക് അപ് ടു ഹിയർ ആണ്. ഇതിന് ശേഷമുള്ളത് ആർക്കിടെക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ആദ്യം വരുന്നത് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സി പി യുവിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ഡാറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡാറ്റയാകാം, ഓഡിയോ ഡാറ്റയാകാം, വീഡിയോ ഡാറ്റ, ഇമേജ്, ഓക്കെ, ഇമേജ് ആൻഡ് വീഡിയോ, ഡിഫറെൻറ്റ് ഡേറ്റാസ് കമ്പ്യൂട്ടറിന് ഇൻസൈഡ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ആദ്യത്തെ പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഇൻഡിജർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റ്സ് എങ്ങനെയാണ്, ബിറ്റ്, ബൈറ്റ്സ്, കിലോ ബൈറ്റ്സ്, ആസ്കി ആൻഡ് യൂണിക് കോഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ വരിക. സോ ഡിസ്കസ് അബൌട്ട് ഡാറ്റ റെപ്രസെൻറ്റേഷൻസ് ആൻഡ് ലേറ്റർ we will discuss about the basic computer architecture. Okay, let's start with the data representation. To represent numeric and textual informations, we use 10 decimal digits. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ ബീയിങ് ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടി നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന 10 ഡെസിമൽ ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പറിംഗ് സിസ്റ്റമാണ് നമുക്കുള്ളത്. സോ 0, 1, 2, 3 എക്സെട്ര അപ് ടു 9 വരെയുള്ള ഏത് ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഏത് നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 0 to 9. സോ 0, 1, 2, 3, 4, 5 എക്സെട്ര 9. 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. സോ റോൾ ഓവർ എന്ന രീതിയിൽ നമുക്കിവിടെ 1 വരും. ദെൻ ഈ 0 to 9 പോയി കഴിയുമ്പോൾ ദെൻ ഇത് 9 0യിലേക്ക് റോൾ ചെയ്യും, 1 എന്ന് പറയുന്നത് 2ലേക്ക് റോൾ ചെയ്യും. ദെൻ 2, 0, 2, 1 പോയി ഇങ്ങനെ 99 എത്തിക്കഴിയുമ്പോൾ 0 റോൾ ചെയ്തത് 9 0ലേക്ക് റോൾ ചെയ്തു. ദെൻ മൂന്നാമത്തെ ഡിജിറ്റ് കൂടെ 1 0. ഇങ്ങനെയാണ് ഒരു നമ്പർ സിസ്റ്റം ഫാഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ നമ്പർ സിസ്റ്റം, കൺവെൻഷൻ ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്പർ സിസ്റ്റം തന്നെ ഇപ്പോൾ നമ്മൾ 0 to 9 വരെ ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ ഹ്യൂമൻ ബീയിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നമ്പറിന് മുൻപ് ഒരു പ്ലസ് സൈൻ വയ്ക്കും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്പറിന് മുമ്പ് ഒരു മൈനസ് സൈൻ വയ്ക്കും. ഓക്കെ, സോ ഇത് പ്ലസ് ഓർ മൈനസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്ലസ് ഇല്ല എങ്കിൽ വിൽ അസ്യൂം ദ നമ്പർ ഈസ് പോസിറ്റീവ് ആൻഡ് ഇഫ് ദ നമ്പർ ഈസ് വി നീഡ് ടു കീപ്പ് എ മൈനസ് ബിഫോർ ദ നമ്പർ. അതാണ് നമ്മളുടെ ഹ്യൂമൻ ബീയിങ് റെപ്രസെൻറ്റേഷൻ, കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. There is decimal notation for real numbers with decimal point separating the whole number part from the fractional part. Okay, so whole number പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട് റെപ്രസെൻറ്റേഷനിൽ. നമുക്ക് എങ്ങനെയാണ് നമ്പർ റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമ്മൾക്ക് ഹോൾ നമ്പർ പാർട്ട് ആദ്യം 101 107 107 then 0.857. Okay, so ഒരു പോയിന്റ് ഹോൾ നമ്പർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ഡോട്ട് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയും ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷനിൽ വരിക. ഓക്കെ, നോട്ട് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ നമ്മൾ ടെക്സ്റ്റിലും അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷണൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡാണ്. Now, so these are about numbers in conventional representation. And text informations അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ആൽഫബറ്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് A to Z ക്യാരക്ടേഴ്സാണ്. സോ ABCD to Z ഉണ്ട്, അത് നമുക്ക് ക്യാപിറ്റൽസ് A to Z ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സ് A to Z ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, സം അതർ യൂഷ്വൽ നൊട്ടേഷൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള ഈ നൊട്ടേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് ഡേറ്റയും നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്ലൈഡുകളിലോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഇൻ എ കമ്പ്യൂട്ടർ. സോ ഇപ്പോൾ ഇതുവരെ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ കൺവെൻഷണൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ബട്ട് when coming to the computer, ഈ രീതി കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. സോ ഇൻ എ കമ്പ്യൂട്ടർ there are 2 types of data representation. കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് 2 രീതിയിലെ റെപ്രസെൻറ്റേഷൻ വരുള്ളൂ. എക്സ്റ്റേണൽ റെപ്രസെൻറ്റേഷൻ ഈസ് ദ വേ ദ ഇൻഫർമേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഹ്യൂമൻ ആൻഡ് ദ വേ ഇറ്റ് ഈസ് എൻറ്റേർഡ് അറ്റ് എ കീബോർഡ് ഓർ ഡിസ്പ്ലേഡ് ഓൺ എ പ്രിന്റർ. സോ കമ്പ്യൂട്ടറിൽ രണ്ട് സ്റ്റേജ് വരും. കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ തന്നെ നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി മേ നോട്ട് ബി ഏബിൾ ടു റീഡ് ഇറ്റ്, വി മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഈ സ്ലൈഡിൽ തന്നെ ദി എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഈ വാല്യൂ ഞാനത് കീബോർഡ് ടൈപ്പ് ചെയ്തതാണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്ന വേർഡ്, ആ എക്സ്റ്റേണലിനെ വേറൊരു യൂസർ വരുമ്പോൾ എക്സ്റ്റേണൽ എന്ന് വായിക്കാൻ പറ്റുന്നത്
ഇ ഇ ആയിട്ടും എക്സ് ആയിട്ടും കാണുന്നത് കൊണ്ടാണ്. സോ കമ്പ്യൂട്ടറിലെ റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ യൂസറിന് അല്ലെങ്കിൽ പ്രിന്റർ മോണിറ്ററിലേക്ക് വരുമ്പോൾ എക്സ്റ്റേണലിലെ ഇ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇ ആയിട്ട് തന്നെ കാണിക്കണം. ഓക്കെ, സോ അത് ഹ്യൂമൻ ബീയിങ്ങിന് അല്ലെങ്കിൽ ഒരു യൂസറിന് മനസ്സിലാകുന്നത് ഇ എന്ന ഫോമിലായിരിക്കും. ബട്ട് ഇന്റേണൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എക്സ്റ്റേണൽ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ റെപ്രസെൻറ്റേഷൻ ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഈ ആസ് ഇറ്റ് ഈസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈസ് ദ വേ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ. സോ കമ്പ്യൂട്ടറിൽ ഇ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇ എന്ന് പറയുന്ന ഒരു ഷേപ്പിലല്ല, ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഇൻ അനദർ ഫോർമാറ്റ്. സോ ആ കമ്പ്യൂട്ടറിൽ ഇ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോർമാറ്റ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് വൺസ് ആൻഡ് സീറോസിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഉപയോഗിച്ചാണ്. ലെറ്റ് സി, അതിനെ നമ്മൾ ആസ്കി കോഡ് എന്ന് പറയും. ഒരു കോഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ കോഡ് എന്ന് പറയുന്നത് 101011 ഇങ്ങനെ കുറേ വണ്ണിൻ്റെയും സീറോസിൻ്റെയും കോമ്പിനേഷൻസിലാണ് ആ ഇ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യും. സോ ഒരു കമ്പ്യൂട്ടർ സൈഡിലേക്ക് വരുമ്പോൾ ഇൻസൈഡ് റെപ്രസെൻറ്റേഷൻ ഒരു രീതിയിലാണ്, ഔട്ട്സൈഡ് റെപ്രസെൻറ്റേഷൻ ടു ദ യൂസർ ആൻഡ് ഫ്രം ദ യൂസർ അതൊരു വേറൊരു രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇതാണ് ഒരു ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ ഇന്റേണൽ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഇൻഫർമേഷൻസ്. ഒരു യൂസർ, ആ യൂസറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കീബോർഡ് അല്ലെങ്കിൽ മോണിറ്റർ, അവിടെ ക്യാരക്ടേഴ്സ് ആൻഡ് നമ്പേഴ്സ് നമുക്ക് മനസ്സിലാകുന്ന കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്ന ക്യാരക്ടർ യൂസർ ഇൻപുട്ട് ചെയ്യുന്നു. ആ എ എന്ന് പറയുന്ന വാല്യൂ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എ റെപ്രസെൻ്റ് ചെയ്യുന്ന 0100000001 എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ ഈ കോഡ് ഉപയോഗിച്ചിട്ടായിരിക്കും എ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അനദർ കോഡ് ഫോർ ബി, അനദർ കോഡ് ഫോർ സി, അനദർ കോഡ് ഫോർ നമ്പർ 1 itself, another code for number 9 itself, another code for your enter button, another code for your some other special buttons, up arrow. സോ ഓരോ നമ്പേഴ്സിനും ഓരോ നമ്പർ കീക്കും അല്ലെങ്കിൽ കീബോർഡിലുള്ള ഓരോ പാഡിനും ഇതുപോലെ ഓരോ കോഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് അല്ലെങ്കിൽ മെമ്മറിയിൽ ആ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ തിരിച്ച് യൂസർ ആ ഡേറ്റയെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോണിറ്ററിൽ കാണിക്കുമ്പോൾ എക്ക് പകരം 01001 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ ആണോ ബി ആണോ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് യൂസർ വിൽ ടേക്ക് സം ടൈം. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ അത് എ ആണോ ബി ആണോ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഓൾസോ നീഡ് പ്രാക്ടീസ് ടു ഐഡൻറ്റിഫൈ ദം ഈസിലി. ഓക്കെ, അതർവൈസ് they need to do some calculations to find which number it is. സോ ആ യൂസറിന് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് എക്സ്റ്റേണൽ വേർഡിലേക്ക് വരുമ്പോൾ അതിന് എ എന്ന് തന്നെ അതിനെ കാണിക്കുകയും. സോ നമുക്ക് രണ്ട് തരം റെപ്രസെൻറ്റേഷനാണ് നമുക്ക് കമ്പ്യൂട്ടർ സൈഡിൽ വരിക. ഇത് രണ്ടും ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡിലും കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻ വരും. ബട്ട് ഇൻസൈഡ് ദ മെമ്മറി അത് വേറൊരു റെപ്രസെൻറ്റേഷനാണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് ഇൻസൈഡ് ദ മെമ്മറി എങ്ങനെയാണ് ഈ ഓരോ ഡേറ്റയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇന്റേണൽ റെപ്രസെൻറ്റേഷനാണ് നമുക്ക്. ബട്ട് എക്സ്റ്റേണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ആർ ഫെമിലിയർ വിത്ത്. നമുക്കത് അറിയാം. എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബി എന്ന് പറയുന്നത് ഈ ഷേപ്പാണ് നമുക്കറിയാം, 1 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 7 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്കറിയാം. സോ നോ നീഡ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ബട്ട് 7 എങ്ങനെയാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള ഡിസ്കഷനാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. So every computer ever built stores data, numbers, letters, graphics, images, sound internally using the binary number system. So നമ്മൾ പറഞ്ഞ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ, നമ്പേഴ്സ്, ഡേറ്റയിൽ നമ്പേഴ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്, ഗ്രാഫിക്സ്, ഇമേജസ്, ഡിഫറെൻറ്റ് സൗണ്ട് ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു സിസ്റ്റം ഉള്ളൂ. അതിനെ ബൈനറി നമ്പറിംഗ് സിസ്റ്റം എന്നാണ് പറയാം. സോ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ്, ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി കൈൻഡ്സ് ഓഫ് ഡേറ്റ ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ന്യൂ നമ്പർ സിസ്റ്റം കോൾഡ് ബൈനറി നമ്പർ സിസ്റ്റം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 0 to 9 ഡിജിറ്റ്സ് ഉള്ള കൺവെൻഷണൽ നമ്പർ സിസ്റ്റം അല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ബൈനറി നമ്പറിംഗ് സിസ്റ്റം എന്നാണ്. സോ ബൈനറി ഈസ് എ ബേസ് ടു പൊസിഷണൽ നമ്പറിംഗ് സിസ്റ്റം. സോ നമ്മളുടെ കൺവെൻഷണൽ നമ്പറായ 89 എന്ന് പറയുന്നത് നമുക്കറിയാം 9 ones ഉണ്ട് ആൻഡ് 8 tens ഉണ്ട്. അങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. 89 എന്ന് പറയുന്നത് 8 into 10 plus 9 into 1 ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 2 3 എന്ന് പറയുന്നത് 100s, 2 10s, 3 1s കൂടുന്നതാണ്. സോ നമുക്ക് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 into 10 raised to 0, then 2 into 10 raised to 1,
ദെൻ 1 ഇൻറ്റു 10⁻². ഇതാണ് 123 എന്ന് പറയുന്ന നമ്മൾ കൺവെൻഷണൽ നമ്പർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ എല്ലാം ഉപയോഗിക്കുന്ന ബേസ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ബട്ട് ഇൻസൈഡ് അവർ കമ്പ്യൂട്ടർ നമ്മൾ ഒരു പുതിയ നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 അല്ല, ബേസ് 2 ആണ്. സോ 10 ബേസ് ആയതുകൊണ്ടാണ് നമ്മൾക്ക് അതിൻ്റെ ഡിജിറ്റ്സ് 0 to 9 ആയത്. 0 ഇൻക്ലൂഡിങ് 0 വി ഹാവ് 10 കോമ്പിനേഷൻസ്, 10 ടൈപ്പ് ഓഫ് ഡിജിറ്റ്സ് ഉണ്ട്. സോ 0 to 9 ആണ് കൺവെൻഷണൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന നമ്പേഴ്സ് എങ്കിൽ ബൈനറി റെപ്രസെൻറ്റേഷനിലെ ബേസ് എന്ന് പറയുന്നത് 10 അല്ല, 2 നമ്പറാണ്. സോ അതുകൊണ്ട് തന്നെ ആ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 2 നമ്പറെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 3 ബേസ് ആയിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് 3 നമ്പറെ 3 ഫോമിൽ 3 ഓപ്ഷൻസേ അതിലുള്ളൂ. 10 ആണെങ്കിൽ 10 ഓപ്ഷൻസ് ഉണ്ട്. ബൈനറി ആയതുകൊണ്ട് അതിൽ 2 ആണ് ബേസ്, അതിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ, 0 ആൻഡ് 1. 2 ഓപ്ഷൻസ് ഉപയോഗിച്ച് 2 നമ്പേഴ്സ് ഉപയോഗിച്ച് എല്ലാ നമ്പേഴ്സിനെയും നമ്മളെ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ആർ ഓൺലി 2 ഡിജിറ്റ്സ്, 0 and 1, and the value of the positions in the binary numbers is based on power of 2. So instead of power of 10, നമ്മൾ ബൈനറി റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് 2 ആയതുകൊണ്ട് പവർ ഓഫ് 2സിൻ്റെ ടേമിലായിരിക്കും 2s, 2⁻²s, 2⁻3s, ആ രീതിയിലായിരിക്കും നമ്മൾ നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ മൂവിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, ദ പൊസിഷൻ റെപ്രസെൻറ്റ് വൺസ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 101101 എന്ന് പറയുന്ന നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ കൺവെൻഷണൽ നമ്പർ സിസ്റ്റത്തിലെ 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10⁻0 ആണ്, ഇത് 10⁻1 ആണ്, ഇത് 10⁻2 ആണ്. അതുപോലെ ആദ്യത്തെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, മൂവിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ ബേസ് 2⁻0 ആണ്, അതിൻ്റെ വെയിറ്റ് 2⁻0 ആണ്, സെക്കൻഡ് നമ്പറിൻ്റെ വെയിറ്റ് 2⁻1 ആണ്, തേർഡ് നമ്പർ 2⁻2 ആണ്, ഫോർത്ത് നമ്പർ 2⁻3 ആണ്, ഫിഫ്ത്ത് നമ്പർ 2⁻4 ആണ്, സിക്സ്ത് നമ്പർ 2⁻5 ആണ്. ഓക്കെ, സോ ഈ നമ്പേഴ്സിൻ്റെ വെയിറ്റ് ആണ്. സോ 1 ആണെങ്കിൽ 1 × 2⁻5 പ്ലസ് 0 × 2⁻4 പ്ലസ് 1 × 2⁻3 പ്ലസ് 1 × 2⁻2 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. ഇതാണ് ഇങ്ങനെ ഒരു നമ്പർ സപ്പോസ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, അത് ഫിസിക്കലി ആ വേർഡ് ഔട്ട്സൈഡ് വേർഡിൽ അത് ഏത് നമ്പറാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു വെയിറ്റേജ് സമ്മേഷൻ അൽഗോരിതം ഉപയോഗിച്ചാണ്. ഓക്കെ, സോ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, ദ പൊസിഷൻ റെപ്രസെൻറ്റ് വൺസ്, 2⁻0, 2s, 2⁻1, 4s, 2⁻2, 2⁻2 4 ആണ്, 8s, 2⁻3. സോ നമ്മൾ കൺവെൻഷനിലെ 1s, 10s, 100s, 1000s അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുക 2s, 1s, 2s, 4s, 8s, 16s, 32s ഇങ്ങനെ അങ്ങ് പോകും. സോ 2 to the powers of 0 to n - 1 ആണ് n ഡിജിറ്റ് നമ്പർ സിസ്റ്റത്തിൽ ആ നമ്പറിൻ്റെ വെയിറ്റേജ് ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പറിൻ്റെ ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വെയ്റ്റ്സ്. So the 2 digits 0 and 1 are frequently referred to as bits. So നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ബൈനറി നമ്പർ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്ന 2 നമ്പറുണ്ട്, 0യും 1ഉം ആണ്. ആ 0യും 1നെയും നമ്മൾ പറയുന്ന പേര് ബിറ്റ്സ് എന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡിജിറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് വേർഡ് ബിറ്റ്സ് എന്നാണ്. എ കോൺട്രാക്ഷൻ ഓഫ് ദി 2 വേർഡ്സ് ബൈനറി ഡിജിറ്റ്സ്. ബൈനറി ഡിജിറ്റ്സിലെ BI ബൈനറിയിൽ നിന്നും ITS ഡിജിറ്റ്സിൽ നിന്നെടുത്ത് രണ്ടിന് ചേർത്ത് ബിറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഒരു ഐയേ ഉള്ളൂ, ബിറ്റ്സ്. ഓക്കെ, സോ ബിറ്റ്സ് ആണ് നമ്മളുടെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷനിൽ ഡിജിറ്റ് എന്ന് പറയുന്നതിന് പകരം ഡിജിറ്റ് 0, ഡിജിറ്റ് 1 എന്ന് പറയുന്നതിന് പകരം ബിറ്റ് 0, ബിറ്റ് 1 എന്നായിരിക്കും നമ്മളെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ബൈനറി റെപ്രസെൻറ്റേഷൻസിലെ ഡിജിറ്റ്സിനെ വിളിക്കുക. The 6th digit binary number 1001 is evaluated as. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു 6 digit നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 110001 ആണ്. സോ 110001 ആയതുകൊണ്ട് ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് എന്നത് 2 to the power 0 ആണ്. ദെൻ ഇവിടെ 2 to the power 1 ആണ്, ഇവിടെ 2 to the power 2 ആണ്, ഇവിടെ 2 to the power 3 ആണ്, ഇവിടെ 2 to the power 4 ആണ്, ഇവിടെ 2 to the power 5 ആണ്. ഓക്കെ, സോ നമ്പേഴ്സ് കറസ്പോണ്ടിങ് വെയിറ്റ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 × 2 to the power 5 പ്ലസ് 1 × 2 to the power 4 പ്ലസ് 1 × 2 to the power 3 പ്ലസ് 0 × 2 to the power 2 plus 0 × 2 to the power 1 plus 1 × 2 to the power 0. Okay. Now,
starting from the right. Uh, 1 into 2 to the power 0 എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 0 into 2 whatever be 2 to the power 1 0 into becomes 0 പ്ലസ് 0 into 2 to the power 2 എന്ന് പറയുന്നത് 0 into 4 ആണ്, 0 into 4 is 0. Then 1 into 2 raised to 3, 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ്, 1 into 8 എന്ന് പറയുന്നത് 8 ആണ്, പ്ലസ് 1 into 2 to the power 4, 2 to the power 4 എന്ന് പറയുന്നത് 16 ആണ്, so 1 into 16, 16 ആണ്. Then 1 into 2 to the power 5, 2 to the power 5 എന്ന് പറയുന്നത് 32 ആണ്, 1 32 ആണ്. So our number is 32 plus 16 plus 8 plus 9 ആണ്. So 32 plus 6 plus 8 plus 9 എന്ന് പറയുന്നത് 8 plus 1 9, 9 plus 16 25, 25 plus 2 27, 27 plus 3 30, 57. Okay, so the number 111001 എന്ന് പറയുന്ന ബൈനറി കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 57 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഔട്ട്സൈഡ് യൂസ് ചെയ്യുന്ന 57, ഒരു യൂസർ ഒരു ഔട്ട്പുട്ട് പ്രോഗ്രാം പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് 57 വന്നു, ആ 57നെ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 111001 എന്ന് പറയുന്ന നമ്പറിലായിരിക്കും. സോ 111001 എന്ന് പറയുന്ന നമ്പർ ഈസ് എക്സാക്ട്ലി 57 ആണ്. അതിങ്ങനെയാണ് എൻ്റെ കാൽക്കുലേഷൻസ് വരിക. Now the 5-digit number, binary number 10111 is evaluated as. So ഇതേ അൽഗോരിതം ഉപയോഗിച്ച് നമ്മൾ 1 into 2 to the power 0 plus 1 into 2 to the power 1 plus 2 to the 2 plus 2 to the 0 into 2 raised to 3 plus 2 to the 1 into 2 raised to 4 ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 4 എന്ന് പറയുന്നത് 8 ആണ്, 2 raised to 3 എന്ന് പറയുന്നത് 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്, 2 raised to 1 എന്ന് പറയുന്നത് 2 ആണ്, 1 ആണ്. സോ ഇവിടെ 0 ആണ്. സോ 8042 എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 plus 4 7, 7 plus 8 15. 15 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0 1 2 3 4 2 to the power 4 വരിക. സോ ഇവിടെ 16 വരും. 16 plus 8 plus 0 plus 4 plus 2 plus 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 23 എന്നായിരിക്കും. സോ 1011 എന്ന് പറയുന്നത് 23 എന്ന് പറയുന്ന നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ബൈനറി ടു ഡെസിമൽ അൽഗോരിതം, ബൈനറി നമ്മൾ ഡെസിമൽ ഇപ്പം നമ്മൾ ചെയ്ത അൽഗോരിതം, വെനെവർ ദർ ഈസ് എ 1 ഇൻ എ കോളം. സോ നമ്മൾ ഒരു നമ്പർ എഴുതിയപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രീവിയസ് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1011 1011. Whenever there is a 1 in a column, add the positional value. So positional value എന്ന് പറയുന്നത് 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. So positional value 16 ആണ്, ഇവിടെ positional value 8 ആണ്, 4 ആണ്, 2 ആണ്, 1 ആണ്. So positional values എന്ന് പറയുന്നത് ഇതാണ്. So binary to decimal conversion ചെയ്യുന്ന അൽഗോരിതം, whenever there is a 1 in a column, അല്ലെങ്കിൽ നമ്മൾ നമ്പർ റീഡ് ചെയ്ത് പോകുമ്പോൾ ഒരു 1 കണ്ടാൽ ആഡ് ദ പൊസിഷണൽ വാല്യൂ ഓഫ് ദാറ്റ് കോളം. സോ നമ്മൾ ഇവിടുന്ന് നമ്പറിനെ റീഡ് ചെയ്തപ്പോൾ നമ്മൾ 1 കണ്ടു, 1ന്റെ പൊസിഷണൽ വാല്യൂ എന്നത് 16 ആണ്, നമ്മൾ ആഡ് ചെയ്തു 16 ടു എ റണ്ണിങ് സം. സോ ആദ്യം നമുക്ക് സം ഈക്വൽ ടു 0 എടുത്തു, റീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1 കണ്ടു, 0 പ്ലസ് 16 16 ആയി, സം എന്ന് പറയുന്നത് 16 ആയി. ആൻഡ് whenever there is a 0 in the column, add nothing. So next 0 കണ്ടു, ഒന്നും ചെയ്യണ്ട. Then 1 കണ്ടു, 1ന്റെ പൊസിഷണൽ വാല്യൂ 4 ചെയ്തു, ഈക്വൽ ടു 20 ആയി. ദെൻ വീണ്ടും നമ്മൾ വന്നപ്പോൾ 1 കണ്ടു, പൊസിഷണൽ വാല്യൂ 2 ആഡ് ചെയ്തു, 22 ആയി. ദെൻ വീണ്ടും ചെയ്തപ്പോൾ 1 കണ്ടു, പൊസിഷണൽ വാല്യൂ 1 ആയി, 23. സോ അതാണ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് അൽഗോരിതം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഡെസിമലിനെ ബൈനറിയെ ഡെസിമലാക്കിയിട്ട് മാറ്റുന്നതിൻ്റെ മെത്തേഡാണ് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. So the final sum is the decimal value of this binary number. So different examples നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതൊരു സ്റ്റാൻഡേർഡ് ടേബിൾ ആണ്. ബൈനറി 0 എന്ന് പറയുന്നത് 0, 1 എന്ന് പറയുന്നത് 1, 10 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 10 റെപ്രസെൻറ്റ് ചെയ്യും, 3 11, 4 ആണെങ്കിൽ 100. നമ്മൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എൻ്റെ വാല്യൂ ചെയ്യും. 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ 5 ആണ്, 1106. അതുപോലെ 111 എന്ന് പറയുന്നത് 15. അതുപോലെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് റെപ്രസെൻറ്റ്. സോ 15 അല്ലെങ്കിൽ 4 ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ വാല്യൂ 15 ആണ്, ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. 15ൻ്റെ മേളിലേക്ക് 16 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗോ ഫോർ 5 ബിറ്റ്സ് ഉള്ള ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ അതിൽ മാറും. അതായത് സിംഗിൾ ഡിജിറ്റ്സ് ഉപയോഗിച്ച് മാക്സിമം 9 വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ടെന്നെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഡിജിറ്റ് വേണം. അതുപോലെ 16 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് 5 ബിറ്റ്സ്, 5 പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് 16 റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ 5 ഡിജിറ്റ് റെപ്രസെന്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ നമ്പർ 31 ആണ്. 32നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന് 6 ഡിജിറ്റിലേക്ക് മാറണം. 6 ഡിജിറ്റിലേക്ക് മാറുമ്പോൾ എങ്ങനെയായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ what you say ബൈനറി വാല്യൂ എന്ന് പറയും. സോ 32 ഈസ് 100000 എന്ന് പറയുന്ന 6 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആയിരിക്കും. സോ ഇതാണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ നമ്പർ റെപ്രസെന്റേഷൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ്, ടു കൺവേർട്ട് എ ഡെസിമൽ വാല്യൂ ഇൻ ഇറ്റ്സ് ബൈനറി ഇക്വാലന്റ് വിത്ത് ഡെസിമൽ ടു ബൈനറി അൽഗോരിതം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ സക്സസീവ് ഡിവിഷൻസ് ബൈ 2. സോ അതുപോലെ നമുക്ക് തിരിച്ചും കൺവേർഷൻസ് പോസിബിൾ ആണ്. സോ നമ്മൾ ഡെസിമലിനെ ബൈനറി ആക്കാൻ പഠിച്ചു. ഡെസിമലിനെ ബൈനറി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടിങ് വെയിറ്റ്സ് 1 വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ആഡ് ചെയ്യുക, 0 ആണെങ്കിൽ ഡു നത്തിങ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഡെസിമലിനെ ബൈനറി ഡെസിമൽ ആക്കാനുള്ളത്. തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ, ടു കൺവേർട്ട് ഡെസിമൽ വാല്യൂ നമുക്ക് ബൈനറി കണ്ടുപിടിക്കണം. ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ ബൈനറി എത്രയാണ് എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഡെസിമൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത് ഡെസിമൽ ടു ബൈനറി അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കൺവേർഷൻ ചെയ്യുന്നത്. സോ എന്താണ് ഡെസിമൽ ടു ബൈനറി? ഡിവൈഡിങ് ദ ഒറിജിനൽ ഡെസിമൽ വാല്യൂ ബൈ 2 പ്രൊഡ്യൂസസ് എ ക്വോഷ്യന്റ് ആൻഡ് ദ റിമൈൻഡർ വിച്ച് മസ്റ്റ് ബി എയ്തർ എ 0 ഓർ 1. നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ യൂക്ലിഡിയൻസ് ലെമ്മ ഒക്കെ പഠിച്ചിട്ടുണ്ട്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 0 to r-1 ആയിരിക്കും. ഓക്കെ, നമ്മളത് 10th പഠിച്ചിട്ടുള്ള യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ നമ്മൾ 2 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന റിമൈൻഡേഴ്സ് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ അത് 0 ആയിരിക്കും, ഓഡ് നമ്പർ ആണെങ്കിൽ അത് 1 ആയിരിക്കും. സോ ക്വോഷ്യന്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 കൊണ്ട് നമ്പറിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ 0 റിമൈൻഡർ വരും അല്ലെങ്കിൽ 1 റിമൈൻഡർ വരും. റെക്കോർഡ് ദ റിമൈൻഡർ ഡിജിറ്റ്സ്. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യുന്ന പ്രോസസ്സിലെ ഓരോ ഡിവിഷൻ ഓപ്പറേഷനിലും കിട്ടുന്ന റിമൈൻഡറിനെയാണ് നമ്മൾ ആ റിമൈൻഡറുകളായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി റെപ്രസെന്റേഷൻസിൽ ബിറ്റ്സ് എന്ന് പറയും. The process of dividing by 2, saving the quotient, writing down the remainder is repeated until the quotient equals 0. Quotient 0 ആകുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Okay, so sequence of remainder digits when written from left to right from the last remainder digit to the first is the binary representations of the original decimal value. So ഇത് just an algorithm ആണ്. The sequence of remainder digits ഓരോ പ്രാവശ്യവും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിജിറ്റ്സിനെ നമ്മൾ ഇങ്ങനെ എഴുതി പോകുന്നു. ലെഫ്റ്റ് റൈറ്റിലേക്ക് എഴുതുന്നു. ദെൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുന്ന ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് വരുന്ന റിമൈൻഡർ ആദ്യം എഴുതണം, ആദ്യം കിട്ടിയ റിമൈൻഡർ ലാസ്റ്റ് എഴുതണം. സോ ഈ റിമൈൻഡറിനെ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിങ് ആ റിമൈൻഡേഴ്സിന്റെ ഓർഡർ ആയിരിക്കും കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ. ഫോർ എക്സാമ്പിൾ, കൺവേർട്ട് ദ വാല്യൂ ഓഫ് 19 ഇൻറ്റു ബൈനറി. സോ ഈ അൽഗോരിതം നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 19 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ബൈനറി ആക്കി മാറ്റുക. സോ അൽഗോരിതം എന്ന് പറയുന്ന തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 19 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് നമുക്ക് വരിക 9 ആണ്, റിമൈൻഡർ നമുക്ക് വരിക 1 ആണ്. സോ 19 ഡിവൈഡഡ് ബൈ 2, 9 വന്നു, 18, സോ റിമൈൻഡർ. സോ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തു പോവുക. 2 then 9 റിമൈൻഡർ ഈസ് 1, ഇങ്ങനെ ചെയ്തു പോകാം. നെക്സ്റ്റ് കിട്ടുന്ന ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 9 ആണ്. 9നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലെ ഐറ്ററേഷൻ നമ്പർ 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 4 ആണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. സോ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 times 8 ആണ്, റിമൈൻഡർ 1 ആണ്. നെക്സ്റ്റ് ഐറ്ററേഷൻ 3ലേക്ക് വരുമ്പോൾ പ്രസന്റ് ക്വോഷ്യന്റ് 4 ആണ്. 4നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 2 ആകും, റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആകും. സോ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 and 0. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ഐറ്ററേഷനിലേക്ക് വരുമ്പോൾ പ്രസന്റ് ക്വോഷ്യന്റ് 2 ആണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. 2, 1, 0 ആണ്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പില് ക്വോഷ്യന്റ് 1 ആണ്. 1നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 0 ആണ്, റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. സോ 2, 0 then 1. So we need to do this process until quotient becomes 0. 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടെർമിനേഷൻ പ്രോസസ് ആണ്.
സോ നമ്മൾ കൺവേർഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് കോഷ്യന്റ് 2 ആകുന്ന കേസിലാണ് നമ്മൾ കൺവേർഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആണ്. ആദ്യം കിട്ടിയ റിമൈൻഡർ 1 ആണ്. സോ ഈ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ, അതായത് താഴെ നിന്ന് മേളിലേക്ക് എഴുതി കഴിഞ്ഞാൽ, അതായത് 1 0 0 1 1. ഓക്കെ, സോ ഇതാണ് 19 എന്ന് പറയുന്ന നമ്പറിൻ്റെ, ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്, ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദ റിവേഴ്സ് ഓർഡറിൽ, അതായത് ഓരോ പ്രാവശ്യം കിട്ടുന്ന റിമൈൻഡേഴ്സിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതും, ദെൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ. സോ 19 ഇൻ ഡെസിമൽ ഈസ് ഈക്വൽ ടു 10011. സോ പൊസിഷണൽ വാല്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്, ഇത് 2 ആണ്, ഇത് 4 ആണ്, ഇത് 8 ആണ്, ഇത് 16 ആണ്. സോ 16, ദെൻ 0 വന്ന് ആഡ് ചെയ്യേണ്ട, 0 വന്ന് ആഡ് ചെയ്യേണ്ട, ദെൻ 1 വന്നു, 16 + 2 18, 18 + 1 19. തിരിച്ച് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ 19 ആണെന്ന് കാണാൻ പറ്റും. സോ ഡെസിമൽ വാല്യൂവിനെ ബൈനറി ആക്കാനും ബൈനറി വാല്യൂവിനെ ഡെസിമൽ വാല്യൂ ആക്കാനും ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. So the remainder digits when returned left to right from the last one to the first are 1 0 1 1. ഇതാണ് അൽഗോരിതം. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺവേർഷൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് മെത്തേഡ്. സോ 1011 ഈസ് 19 ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. 1016 പ്ലസ് സ്കിപ്പ് 18 പ്ലസ് 1 19. ഓക്കെ, നൗ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഫ്രാക്ഷണൽ പോർട്ട് ഫ്രാക്ഷണൽ നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? സോ ഫ്രാക്ഷണൽ പാർട്ട് കൺവേർഷൻ രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഹോൾ നമ്പർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ട്. സോ ഹോൾ നമ്പർ പാർട്ടിന് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 2 7 റിമൈൻഡർ 0, ദെൻ 2 3 റിമൈൻഡർ 1, ദെൻ 2 1 റിമൈൻഡർ 1, ദെൻ 2 0 റിമൈൻഡർ 1. ഓക്കെ, സോ 14 ഈസ് ഈക്വൽ ടു താഴെ നിന്ന് മേളിലേക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1110. ഓക്കെ, സോ 14 ഈക്വൽ ടു 11101. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്ടിനെ ഡെസിമൽ ബൈനറി ആക്കുക എന്നുള്ളതാണ്. സോ ഹോൾ നമ്പേഴ്സിൽ നമ്മൾ ഡിവൈഡാണ് ചെയ്തതെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മളവിടെ കാണിക്കുക. സോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 0.625 ആണ്. 0.625 ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 0.625 ഇൻറ്റു 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 5s are 10, 2 2s are 4, 4 + 1 5, 1 6 are 2, so 2 6 are 12. സോ 1.250 ആണ്. 0.625 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1.250 ആണ്. സോ നമ്മൾ ഇവിടെ എടുത്തത് റിമൈൻഡർ ആണെങ്കിൽ ഇവിടുത്തെ ഹോൾ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഹോൾ നമ്പർ പാർട്ടിന് നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് എഴുതാം. അതായത് ഹോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. 1.250 നിന്ന് 1 പോയിന്റ് ചെയ്യുക. ആ 1 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ബാക്കി വരുന്നത് 0.250 ആണ്. ഈ കിട്ടിയ ഫ്രാക്ഷനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ 2 0s are 0, 2 5s are 10, 2 2s are 4, 4 + 1 5. സോ 0.050 ആണ്. സോ ഇവിടെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ആ 0യെ നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ട് 0.500 ആണ്. നെക്സ്റ്റ് മൾട്ടിപ്ലൈ അഗെയിൻ, കണ്ടിന്യൂ ദിസ് പ്രോസസ്. 2 0s are 0, 2 0s are 0, 2 5s are 10, റിമൈൻഡർ 1, 2 0s are 0, 0 + 1 1. ഓക്കെ, സോ ഇവിടെ കിട്ടിയ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. 1.00. ഇനി നമ്മളിതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 തന്നെയായിരിക്കും. സോ ഫ്രാക്ഷണൽ പാർട്ട് അല്ലെങ്കിൽ പോയിന്റിന് ശേഷം വരുന്ന പാർട്ട് 0 ആകുമ്പോൾ ദാറ്റ് മാർക്സ് ദ ടെർമിനേഷൻ പ്രോസസ്. ഇവിടുത്തെ ടെർമിനേഷൻ പ്രോസസ്സ് കോഷ്യന്റ് 0 ആകുക എന്നുള്ളതാണ്. ഇവിടുത്തെ ടെർമിനേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുക എന്നുള്ളതാണ്. സോ 1.0 എത്തിക്കഴിഞ്ഞാൽ നമ്മളിനി വീണ്ടും സബ്ട്രാക്ട് ചെയ്ത് 0 × 2 ചെയ്ത് 0 പോകും. അത് എത്ര ചെയ്താലും നമുക്ക് 0 എന്നേ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ കിട്ടിയ ഈ ബൈനറി പാറ്റേണിൻ്റെ ഈ ഓർഡർ ആണ്
നമ്മളുടെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഡെസിമലിന്റെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഇക്വലന്റ് ബൈനറി. ഇവിടെ നമ്മളെടുത്തത് താഴെ നിന്ന് മേളിലേക്കായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ റീഡ് ചെയ്യേണ്ടത് മേളിൽ നിന്ന് താഴേക്കാണ്. അതായത് 0.625 എന്ന് പറയുന്നത് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 0.101 ആണ്. ഓക്കെ, സോ ഇക്വലന്റ് എന്നത് 0.10. സോ 14.625ന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ 14 നമുക്ക് 1110 എന്ന് എഴുതാം. ഡോട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ട്. ദെൻ 0.625 നമുക്ക് 101 എന്ന് എഴുതാൻ പറ്റും. സോ 14.625 എന്ന് പറയുന്നത് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഈസ് 1110.101 ആണ്. സോ ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്ന അതേ അൽഗോരിതം തന്നെയാണ്. ദെൻ 2:0, ഇത് 2:0 ആണ്, ഇത് 2:1 ആണ്, ഇത് 2:2 ആണ്, ഇത് 2:3 ആണ്. ദെൻ ഫ്രാക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് 123.9594 ഉണ്ടെങ്കിൽ ഇതറിയാം 3:0 10:0 ആണ്. നമ്മൾ ഫ്രാക്ഷണൽ പോയിന്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ 10⁻⁻1 ആണ്, ഇത് 10⁻2 ആണ്. 9/10 ആണ്, 400th ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു 10 പകരം 2 വരുന്നേ ഉള്ളൂ. സോ 2⁻1, 2⁻2, 2⁻3. ഓക്കെ, സോ നമ്പർ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 8 + 4 + 2 + 0 + 1 × 2⁻1 which is 0.5 plus 0 × 2⁻2. 0 × 2⁻2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 is 0.25 ആണ്. വട്ട് എവർ ഇറ്റ് ഈസ് ഇൻറ്റു 0 ആയതുകൊണ്ട് 0 ആയി പോയി. ദെൻ 2⁻3 വന്നു. 2⁻3 എന്ന് പറയുന്നത് 1/8 ആണ്. 1/8 എന്ന് പറയുന്നത് 0.125 ആണ്. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 8 + 4 12, 12 + 2 14, then 0.5 + 0.125 is 0.625. ഓക്കെ, സോ ഇതാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി റെപ്രസെന്റേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, സോ അത് ഒരു കൺവേർഷൻസ് മെത്തേഡ്സ് മാത്രമാണ്. രണ്ട് രീതിയിലുള്ള കൺവേർഷൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ ദർ ഇസ് എ മാക്സിമം നമ്പർ ഓഫ് ബൈനറീസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ആൻ ഇൻറ്റീജർ. ഒരു ഇൻറ്റീജറിനെ കമ്പ്യൂട്ടർ റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഡിജിറ്റ്സിന് അതിനൊരു മാക്സിമം ലിമിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ 3 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് മാക്സിമം 111 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് 7 എന്ന് പറയുന്ന നമ്പർ മാക്സിമം ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 111 എന്ന് പറയുന്ന 7 ആണ്. സോ 7 എന്ന് പറയുന്ന നമ്പേഴ്സിന് മാത്രമേ നമുക്ക് അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച്. സോ 3 ബിറ്റുള്ള മൈക്രോ പ്രോസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വേർഡ് ലെങ്ത് 3 ബിറ്റ് ആണെങ്കിൽ ഡാറ്റ ബസിൻ്റെ സൈസ് 3 ആണ്. അല്ലെങ്കിൽ അതിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ സൈസ് എല്ലാം 3 ആണ്. മാക്സിമം 3 ബിറ്റിന് അറ്റ് ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന് മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് പറയുന്നത് 7 ആണ്. സോ നമ്മളൊരു നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇഫ് യു ആർ ഹാവിങ് എൻകൗണ്ടർ വിത്ത് ആൻ ആൻസർ സേ 9 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടി, ബട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 7 ആണ്. സോ 9 റിസൾട്ട് കിട്ടി, 9 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നമ്മളതിന് ഓവർഫ്ലോ എറർ എന്ന് പറയും. ഓവർഫ്ലോ എറർ. സോ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറെ ഒരു സൊല്യൂഷൻ ഇല്ല, നമ്പർ ഓഫ് ബിറ്റ്സ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ബിറ്റ്സ് 4 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 9 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ 4 ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 15 ആണ്. സോ 4 ബിറ്റ്സ് ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 23 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ആ 23 അതിനകത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ മാക്സിമം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 15 ആണ്. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് 5 ബിറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് മാറുക എന്നുള്ളതാണ്. ദെയർ ഈസ് നോ അതർ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്. സോ നമ്പറിൽ റെപ്രസെൻറ്റേഷനിൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് അതിൻ്റെ മാക്സിമം നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ടിപ്പിക്കലി ദിസ് വാല്യൂ 16 ബിറ്റുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, 32 ബിറ്റുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, 64 ബിറ്റ്സ് ഉള്ള കമ്പ്യൂട്ടേഴ്സ്. സോ 16 ബിറ്റ് ആണെങ്കിൽ അതിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ 2:16 - 1 ആണ്. ഇൻക്ലൂഡിങ് 0 2:16 നമ്പേഴ്സ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ മാക്സിമം നമ്പർ. അതുപോലെ തന്നെ 32 ബിറ്റുള്ള ആണെങ്കിൽ 2:32 - 1 ആണ് ഏറ്റവും വലിയ നമ്പർ. 64 ബിറ്റ്സ് ആണെങ്കിൽ 2:64 - 1. This is a very
ഹ്യൂജ് വാല്യൂ. 264 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു നമ്പറാണ്. ഇതാണ് ഒരു കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വാല്യൂ 264 - 1 ആണ്. ഓക്കെ, എനിവേ, സോ ഇതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. വൺസ് ഫിക്സ് ദിസ് മാക്സിമം നമ്പർ. സോ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസറിൻ്റെ മാനുഫാക്ചേഴ്സ് അവരുടെ ആ പ്രോസസ്സറിൻ്റെ വേർഡ് ലെങ്ത് എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് ലെങ്ത് ഉള്ള പ്രോസസ്സർ ഉപയോഗിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന മദർ ബോർഡ്, ആ മദർ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പറിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, സോ ഈ ഇപ്പോൾ അതും ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സിന് നമ്മൾ ഫോർ എക്സാമ്പിൾ 7 എന്ന് പറയുന്നത് 111 എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ +7 ആണ്. വാട്ട് അബൌട്ട് -2? മൈനസ് ആണെങ്കിൽ ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അതും ആ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഒരു ലിമിറ്റേഷൻ ആണ്. സോ അൺസൈൻഡ് ഹോൾ നമ്പേഴ്സ് മാത്രമേ നമ്മൾക്ക് ഇത് വെച്ചിപ്പോഴേ പഠിച്ച അല്ലെങ്കിൽ ബൈനറി റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് അൺസൈൻഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ വരുന്ന നമ്പറുകളെല്ലാം പോസിറ്റീവാണ്. നെഗറ്റീവായിട്ടൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അതും കൺവെൻഷണൽ ബൈനറി റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സേഴ്സിന് ഒരു ലിമിറ്റേഷനാണ്. സോ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൽ നമ്മൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈനറി ഉപയോഗിച്ചിട്ടാണ്. ആ ബൈനറിയിൽ തന്നെയുള്ള ഒരു ലിമിറ്റേഷനാണ് അതിൻ്റെ മാക്സിമം ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ബിറ്റ്സിന് അനുസരിച്ചാണ് മാക്സിമം നമ്പർ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അൺസൈൻഡ് നമ്പേഴ്സ് വരുന്നതിനെല്ലാത്തിനെയും നമുക്ക് പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ നിർവാഹമുള്ളൂ. നെഗറ്റീവ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഇല്ല. So if there are 16 bits available on a given computer, നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. Then the largest bit that can be represented is എല്ലാം 1 ആവുന്നത് 2, 4, 6, 8, 10, 16 എല്ലാം 1 ആവുന്നത്. അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡെസിമൽ കൺവേർഷൻ ചെയ്താൽ കിട്ടുന്ന സം എന്ന് പറയുന്നത് 65,535. അതായത് 65,536 എന്ന് പറയുന്ന റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ 65,535 എന്നേ കാണിക്കും. ദർ ഇസ് നോ ചാൻസ് ടു represent 65536 വിത്ത് 16 ഡിജിറ്റ്സ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് 17 ഡിജിറ്റ്സിലേക്ക് പോവുക എന്നുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ -32,000 എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയും കമ്പ്യൂട്ടറിൽ കാണിക്കാൻ ഓപ്ഷനില്ല. സോ അപ്പോൾ ബൈനറിയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റേഷനുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ അപ്പോൾ അൺസൈൻഡ് ഇൻഡിജേഴ്സ് ലാർജർ ദാൻ ദിസ് കനോട്ട് ബി റെപ്രസെൻറ്റഡ് വിത്ത് 16 ബൈനറി ഡിജിറ്റ്സ്. സോ 16 വേർഡ് ലെങ്ത് ഉള്ള ഒരു പ്രോസസ്സർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പർ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന 65,535 വലിയൊരു നമ്പറിനെ നമുക്ക് ആ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അതിൻ്റെ അകത്ത് ഇല്ല. So already discussed that. So any operation on this computer that produces an unsigned value greater than this number results in an error condition called arithmetic overflow. നമ്മൾ already പറഞ്ഞു അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂവിനേക്കാൾ വലിയൊരു വാല്യൂ ഒരു പ്രോസസ്സിംഗ് റിസൾട്ടായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എററായിട്ടായിരിക്കും കാണിക്കുക. എററിനെ വിളിക്കുന്നത് അരിത്തമെറ്റിക് ഓവർഫ്ലോ എന്നാണ്. ആൻഡ് ദ കേസ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു റെപ്രസെന്റ് ഇൻഡിജർ ദാറ്റ് എക്സീഡ്സ് ദ മാക്സിമം അലോവബിൾ വാല്യൂ. സോ അരിത്തമെറ്റിക് ഓവർഫ്ലോ എന്ന് പറയുന്ന എറർ ദാറ്റ് ഈസ് computer is trying to represent a value. Computer is trying to handle a value that the computer can handle. കമ്പ്യൂട്ടറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഒരു നമ്പർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഒരു അറ്റംപ്റ്റ് വന്നെത്തുക ഒരു അരിത്തമെറ്റിക് ഓവർഫ്ലോ എന്ന് പറയുന്ന എററിലായിരിക്കും. സോ ആ എറർ നമുക്ക് ആ എററിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആ ബിറ്റ്സിൻ്റെ മാക്സിമം കപ്പാസിറ്റി അല്ലാത്ത ഒരു നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ആ നമ്പറിനെ മാനേജ് ചെയ്യുന്നത്. സോ അതാണ് ആക്ച്വൽ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ പഠിക്കാനുള്ളത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ബൈനറി റെപ്രസെൻറ്റേഷൻ അതൊരു കൺസെപ്റ്റ് മാത്രമാണ്, അതൊരു നമ്പർ സിസ്റ്റം കൂടിയാണ്. ഈവൻ ദോ ആ നമ്പർ സിസ്റ്റം അല്ല, ബൈനറി നമ്പർ സിസ്റ്റം അല്ല കമ്പ്യൂട്ടറിലെ ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് അനദർ റെപ്രസെൻറ്റേഷൻ ആണ്. ലെറ്റ്സ് സീ. ഓക്കെ, സോ അതിനു മുമ്പ് ജസ്റ്റ് ബൈനറി റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാത്തിനും കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മളിവിടെ എല്ലാ റൂൾസും നമ്മൾ പഠിക്കുന്നില്ല, അതിൻ്റെ നമ്മൾ റെപ്രസെൻറ്റേഷൻ സ്കോപ്പിൽ വരുന്നതല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അഡീഷൻ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഡ്രോബാക്സും അഡ്വാൻറ്റേജ് ഒക്കെ പറയാൻ നേരത്ത് നമ്മൾ അഡീഷൻസിൻ്റെ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ബൈനറി അഡീഷൻ റൂൾസ് എന്ന് പറയുന്നത് കൺവെൻഷണൽ അഡീഷൻ റൂൾസ് പോലെ തന്നെയാണ്. 0 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ഈസ് 0.
ഓക്കെ, സോ അത് അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ദെൻ 0 + 0 ആയിട്ട് കിട്ടി. 0 + 1 ബൈനറി ബിറ്റ് 0യും ബിറ്റ് 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 + 1 ഈസ് 1. ഓക്കെ, ദാറ്റ് ആൾസോ വെരി സിമ്പിൾ, സെൽഫ് എക്സ്പ്ലനേറ്ററി. എന്തുകൊണ്ട് 0 + 1 എന്ന് പറയുന്നത് 1 ആയി, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ഡെസിമൽ വാല്യൂ 0 ആണ്, ഡെസിമൽ മിനിമം വാല്യൂ 1 ആണ്. 1ഉം 0യും ഡെസിമൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് 1 ആണ്. 1നെ തിരിച്ച് ബൈനറി ആക്കിയാൽ കിട്ടുന്ന ആൻസറും 1 ആണ്, ബൈനറിയും 1 ആണ്. സോ ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. സോ ദിസ് ഈസ് ഫസ്റ്റ് റൂൾ. ദെൻ സെക്കൻഡ് റൂൾ. ദെൻ തേർഡ് റൂളിലേക്ക് പോകുമ്പോൾ 1 + 0. ഓക്കെ, സോ 1ൻ്റെ ബൈനറി ഡെസിമൽ വാല്യൂ 1 ആണ്. ഇതിൻ്റെ ഡെസിമൽ വാല്യൂ നമ്മൾക്ക് കിട്ടുക 0 ആണ്. 1ഉം 0യും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. 1ൻ്റെ ബൈനറി വാല്യൂ 1 ആണ്. സോ 1 + 0 ഈസ് ഓൾസോ 1. ദാറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. നൗ 1 + 1 ആണ്. സോ 1 + 1ലേക്ക് വരുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0 to 9 ആണ്. സോ 2ഉം 3 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ 4, 5, 6, 7, 8, 9 ആണ് നമ്മുടെ കൺവെൻഷണൽ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ 2ഉം 3യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ഈസ് അറ്റ് 5. ദാറ്റ് 5 ഓൾസോ ഇറ്റ് ഈസ് അനദർ ഡിജിറ്റ് ഇൻ ദ കൺവെൻഷണൽ നമ്പർ സിസ്റ്റം. അതേസമയം 5 + 4 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 + 4 ഈസ് 9. ദാറ്റ് ഓൾസോ ഈസ് ഇൻ ദ നമ്പർ സിസ്റ്റം. ദെൻ 9 + 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ഈസ് 11. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഏബിൾ ടു റെപ്രസെൻറ്റ് വിത്ത് ദീസ് 10 ഡിജിറ്റ്സ്. ഈ 10 ഉപയോഗിച്ച് പറ്റില്ല. ദർ ഈസ് ആൻ ഓവർഫ്ലോ. ഓക്കെ, സോ ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ് ആൻസർ, 1 ആണ്. ദിസ് 1 ഈസ് ക്യാരി ഓവർ. ഓക്കെ, സോ അതുപോലെ നമ്മളിവിടെ ചെയ്യുന്ന ബൈനറി റെപ്രസെൻറ്റേഷനിൽ ബൈനറീസ് എന്ന് പറയുന്നത് 0, 1 ആണ്. 0, 0, 0, 1. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 10, then 11. സോ 2 ഡിജിറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പേഴ്സിന് ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ആണുള്ളത്. 4 ഓപ്ഷൻസ് ആണ് നമുക്കൊരു 2 ഡിജിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ 0, 0, 0, 1, 1, 0, 1, 1. സോ 1ഉം 1ഉം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 1 ഡെസിമൽ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. 1 എന്ന് പറയുന്ന ബൈനറി ഡെസിമൽ 1 ആണ്. 1ഉം 1ഉം കൂടി ആഡ് ചെയ്താൽ 2 ആണ് കിട്ടുക. 2നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക 10 എന്നാണ്. സോ 1 + 1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സം എന്ന് പറയുന്നത് 0 ആണ്. there is a carry over here. സോ നമ്മൾ പറയും സം ഈസ് 0 ആൻഡ് ക്യാരി ഈസ് 1. ഇതിനെ ക്യാരി എന്ന് പറയാം. സോ 9 + 2 is 11. സം ഈസ് 1 വിത്ത് ക്യാരി 1. 1 ടെൻസും 1 വൺസും കൂടുന്നതാണ് 11 എന്ന് പറയുന്നത്. അതുപോലെ 1 + 1 എന്ന് പറയുന്ന ബൈനറി അഡീഷൻസിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സം 0യും ക്യാരി 1ഉം ആണ്. സോ ഇക്വാലന്റ് ബൈനറി എന്ന് പറയുന്നത് 10 ആണ്. സോ 1, 1 എന്ന് പറയുന്ന അഡീഷൻ ബൈനറിയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്സ് എന്ന് പറയുന്നത് 10 ആണ്. സോ ഇതാണ് ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഓർത്തിരിക്കുന്നത്. 0 + 0 is 0, 0 + 1 is 1, 1 + 0 is 1, 1 + 1 is 10. That means 2. Okay. സോ 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10 ആയിട്ടാണ്. സോ നമ്മൾക്ക് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും അവിടെ വരുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് 2/2, 2 × 4 എൻട്രീസ് നമുക്ക് റിസൾട്ടിൽ വരും. So to add 2 binary numbers, add each column one at a time from left to right, right to left using the binary addition rules. So നമ്മൾ സാധാരണ നമ്മളെ കൺവെൻഷണൽ നമ്പർ സിസ്റ്റത്തിൽ 1 to 3യും 3 to 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 3 to 9 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ആഡ് ചെയ്യുക. 3, 9 + 3, 12. Then there is a carry here. Then 1 + 2, 3, 3 + 2, 5. There is no carry over here. Then 1 + 3, 4, 4 + 0 is 4, 452. സോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബൈനറിയിലും നമ്മൾ ആഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ 1 ഓരോ കോളവും ആഡ് ചെയ്യും. ഇൻ ഡൂയിങ് സോ we will apply the addition rules. So in the column being added, write the sum digits under the line. ചെയ്യുന്നത് പോലെ സം ഡിജിറ്റ്സ് ഓരോ ലൈൻ്റെയും താഴെ എഴുതും. ആൻഡ് ക്യാരി ഡിജിറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് റിട്ടേൺ അബൌവ് ദ നെക്സ്റ്റ് കോളം ടു ദ ലെഫ്റ്റ്. ഓക്കെ, അതായത് ലെഫ്റ്റിലേക്കുള്ള നെക്സ്റ്റ് കോളത്തിലേക്ക് നമ്മൾ അതിൻ്റെ ക്യാരിയെയും ആഡ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് 7 and 14. സോ 7 + 14 ആണ് നമുക്ക് ചെയ്യേണ്ടി വരിക. സോ കൺവെൻഷണൽ നമ്പർ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 + 4 is 11. There is a carry
ഓക്കെ. സോ 1 + 0 1, 1 + 1 2, 21 ആണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇതേ ഓപ്പറേഷൻ നമുക്ക് ബൈനറിയിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു 5-bit ബൈനറി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. സോ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ബിറ്റ്സ് കൂടി നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. സോ 5-bit നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7 എന്ന് പറയുന്ന വാല്യൂ 0011 ആണ് 7 എന്ന് പറയുന്നത്. അതുപോലെ 14 എന്ന് പറയുന്ന വാല്യൂ 0111 ആണ്. സോ നമ്മൾ ഉപയോഗിച്ച കൺവേർഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇത് കൺവേർട്ട് ചെയ്ത് നോക്കുക. 14 അങ്ങനെ തന്നെയാണോ വരുന്നത്, 7 എങ്ങനെയാണോ വരുന്നതെന്ന് പഠിക്കുക. അറ്റ്ലീസ്റ്റ് 15 വരെയുള്ള ഈ കൺവേർഷൻസ് അല്ലെങ്കിൽ ഈ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ കം ഓട്ടോമാറ്റിക്കലി വെയിറ്റേജ് ആഡ് ചെയ്ത് വരുമ്പോൾ കിട്ടും. എനിവേ, സോ ഇതാണ് നമ്മൾ ചെയ്യുന്ന അഡീഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. 001 എന്ന് പറയുന്നത് 7 ആണ്. 0110 എന്ന് പറയുന്നത് 14 ആണ്. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അഡീഷൻ റൂൾസ് നമുക്കറിയാം. 0 and 0 0 ആണ്, 0 and 1 1 ആണ്, 1 and 0 1 ആണ്, 1 and 1 10 ആണ്, 0 with carry 1 ആണ്. ഈ റൂൾസ് ഉപയോഗിച്ചാണ്. സോ 1 + 0 is 1, there is no carry. 1 + 1 is 0, there is a carry. Okay. Now തേർഡ് കോളത്തിലേക്ക് വരുമ്പോൾ again 1 + 1 is 0 with a carry. To that we need to add third one. So 1. So again here 1 + 0 is 1. Sorry, 1 + 0 + 1 is 1. There is no carry. Then 0 carry + 1 is 1. So ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, ഇവിടെ carry 1 ആയിട്ട് മാറും. ഓക്കെ. നൗ ഇൻ ദ ഫോർത്ത് കോളം, സോ നമ്മൾ ഇവിടെ വരെയുള്ള അഡീഷനാണ് ഇപ്പോൾ ചെയ്തത്. ഫോർത്ത് കോളത്തിലേക്ക് വരുമ്പോൾ 1 + 0 is 0. 1 + 0 is 1. Again 1 + 1 is 0 with a carry 1. Okay. Now 1 + 0 is 0. Sorry, 1. 1 + 0 is 1. Okay. So നമുക്ക് കിട്ടിയ 7 + 14 എന്ന് പറയുന്ന അഡീഷൻ്റെ ബൈനറി റിസൾട്ട് വരിക 10101 ആണ്. സോ ഇതിന് നമുക്ക് 21 ആണോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് 1 ആണ്, 2 ആണ്, 4 ആണ്, 8 ആണ്, 16 ബൈനറി വെയിറ്റ്സ് 16 പ്ലസ് skip, then 4 plus skip plus 1. Okay. Then 16 plus 4, 20, 20 plus 1, 21. Okay. So ഇതാണ് ബൈനറി അഡീഷൻ റൂൾ എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ സബ്ട്രാക്ഷൻ റൂൾ ഉണ്ട്. നമ്മളുടെ നമ്പർ റെപ്രസെൻറ്റേഷൻ്റെ സ്കോപ്പിൽ വരാത്തത് കൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ടു സം അനദർ ടെക്സ്റ്റ് ബുക്സ് or some YouTube videos for understanding subtractions, multiplications and division rule. You may study this in the later semesters. ഓക്കെ. സോ ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൈൻഡ് നമ്പേഴ്സ് ആയിരുന്നു. സോ അൺസൈൻഡ് നമ്പേഴ്സ് ആയിരുന്നു. അവിടെ എല്ലാ നമ്പേഴ്സും നമുക്ക് പോസിറ്റീവായിട്ടാണ് പറയാൻ പറ്റും. പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അൺസൈൻഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞിട്ട്, അതായത് സൈൻഡ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ വി നീഡ് ടു മാനേജ് നമ്പർ വിത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കൺവെൻഷൻ. ഡെസിമൽ സിസ്റ്റത്തിൽ നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പ്ലസും മൈനസും എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വൺസും സീറോസും മാത്രമേ ഉള്ളൂ. സോ വി ഷുഡ് ഹാവ് എ വേ ഓഫ് റെപ്രസെൻറ്റിംഗ് ദിസ് പോസിറ്റീവ് നമ്പർ ആൻഡ് നെഗറ്റീവ് നമ്പർ ദാറ്റ് ഓൾസോ വിത്ത് വൺസ് ആൻഡ് സീറോസ്. പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന സൈൻ അല്ലാതെ 1ഉം 0ഉം ഉപയോഗിച്ച് നമുക്ക് സൈൻ്റെ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യണം. സോ ഹൗ ക്യാൻ വി ഡു ദാറ്റ്? സോ അതിനുവേണ്ടി ചെയ്യുന്നത് 0 ഏറ്റവും MSBയിൽ വരുന്ന ഏറ്റവും ആദ്യം വരുന്ന ഒരു ബിറ്റിനെ സൈനിന് വേണ്ടി റിസർവ് ചെയ്യും. ഓക്കെ. ബാക്കിയുള്ള നമ്പേഴ്സിനെ മാഗ്നിറ്റ്യൂഡ് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ 5 ബിറ്റുള്ള ഒരു വേർഡ് ലെങ്ത് ഉള്ള കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു ബിറ്റിനെ നമ്മൾ സൈനിന് വേണ്ടി യൂസ് ചെയ്യും, ബാക്കി 4 ബിറ്റ്സിന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ 64 ബിറ്റുള്ള ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ 1 ബിറ്റ് സൈനിന് വേണ്ടിയിട്ട്, ബട്ട് 63 ബിറ്റ്
നമ്പറിന് വേണ്ടിയിട്ടും 64 ബിറ്റ്സും നമ്പറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 63 ബിറ്റ് നമ്പറിന് വേണ്ടിയിട്ടും ഒരു ബിറ്റ് സൈനിന് വേണ്ടിയും റെപ്രസെന്റ് ചെയ്യും. അത് തന്നെ 0 ആണ് MSB എങ്കിൽ 0യെ നമ്മൾ പോസിറ്റീവ്, അതൊരു കൺവെൻഷൻ സ്റ്റാൻഡേർഡ് ആണ്. 0 എന്ന് പറയുന്ന ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് 0 ഫോർ പോസിറ്റീവ് പ്ലസ് സിമ്പൽ, 1 ഫോർ മൈനസ് സിമ്പൽ. ആൻഡ് ദീസ് അത് MSB ബിറ്റ്സ് 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിട്ടും MSB ബിറ്റ് 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിട്ടും എടുക്കും. റിമൈനിങ് ബിറ്റ്സ് ആർ യൂസ് ടു റെപ്രസെന്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വാല്യൂ, നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നമ്പർ. The form of signed integer representation is termed sign magnitude representation, and it is one of a number of different techniques for representing positive and negative whole numbers in computer. സോ കുറേ അധികം ടെക്നിക്സ് ഉണ്ട് നമുക്ക് ഈ നെഗറ്റീവ് നമ്പേഴ്സിന് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ. അതിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് MSB ബിറ്റിനെ സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ MSB ബിറ്റ് 0 ആണെങ്കിൽ that is positive number, MSB bit 1 ആണെങ്കിൽ that is negative number. That is a conventional standard. ഒരു മെത്തേഡ് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ -49 നമുക്ക് റെപ്രസെന്റ് എങ്ങനെയാണ് -49 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. സോ മൈനസ് ആണ് നമ്മളുടെ സൈൻ, 49 ആണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ്. സോ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 49 ആണ്. സോ 49 നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 49 എങ്ങനെ ബൈനറി ആക്കാം എന്ന് നോക്കാം. സോ 49 കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 24 റിമൈൻഡർ 0, again to 12 remainder 0, again to 6 remainder 0, again to 3 remainder 0, again to 1 remainder 1, again to 0 remainder 1. Okay, so നമ്മളുടെ 49 എന്ന് പറയുന്നത്, സോറി ഇവിടുത്തെ റിമൈൻഡർ 1 ആയി, 24 then remainder 1 ആണ്. സോ കൺവെൻഷണൽ അല്ലെങ്കിൽ ഡെസിമൽ ടു ബൈനറി റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ബൈനറി പാറ്റേൺസ് വരിക. താഴെ നിന്ന് മേളിലേക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 49 എന്ന് പറയുന്ന വാല്യൂ ബൈനറിയിൽ വരുമ്പോൾ 1 1 0 0 0 1 ആണ്. ഓക്കെ, സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ബിറ്റ് 0 കൂടി റിസർവ് ചെയ്യും. സോ 49 എന്ന് പറയുന്ന നമ്പർ കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ പറഞ്ഞ ബൈനറി റെപ്രസെൻറ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് 0 1 1 0 0 1 എന്നാണ്. 0 1 0 1 1 0 0 0 1 എന്നാണ് -49 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയാം. ഓക്കെ, സോ ഇതേ അപ്പോൾ എത്ര ബിറ്റ്സ് വേണ്ടി വന്നു? 2 4 6 7 ബിറ്റ്സ്. 7 ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ -49നെ നമ്മൾ റെപ്രസെന്റ്. 6 ബിറ്റ്സ് ഫോർ വാല്യൂ ആൻഡ് 1 ബിറ്റ്സ് ഫോർ സൈൻ. സോ +49 ആണെങ്കിൽ -49 പകരം പ്ലസ്, സോറി പറഞ്ഞ് മാറിപ്പോയി, നമ്മളുടെ സൈൻ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പ്ലസും 1 ആണെങ്കിൽ നെഗറ്റീവ് ആണ്. സോ അത് പ്രകാരം ഇവിടെ 0 അല്ലേ വരിക, ഇവിടെ 1 ആണ്. സോ സോറി, -49 എന്ന് പറയുന്നത് 1 മൈനസിന് വേണ്ടിയിട്ട്, ദെൻ 49 വേണ്ടി 1 1 0 0 0. സോ ഇതാണ് -49. സോ +49 ആണ് നമ്മൾക്ക് 0യ്ക്ക് വേണ്ടിയിട്ട്, പ്ലസിന് വേണ്ടിയിട്ട് 0, ദെൻ 49 വേണ്ടി 1 1 0 0 0 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ സോറി ഇവിടെ പറഞ്ഞ് മാറി. ഓക്കെ, സോ ഫോർ -49 +49 തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ബിറ്റാണ്. 1 എന്ന് പറയുന്നത് നെഗറ്റീവ്, 0 എന്ന് പറയുന്നത് പോസിറ്റീവ്. ഈ വാല്യൂ, അതിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന രണ്ടിലും നമുക്ക് സെയിം ആയിട്ടായിരിക്കും വരിക. സോ അതുപോലെ +3 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഇതേപോലെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ +3 ആണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ആദ്യം പ്ലസിന് വേണ്ടി 0 കൊടുത്തു. ദെൻ 3 എന്ന് പറയുന്നത് ബാക്കിയുള്ള 6 ബിറ്റ്സിലാണ് 0 0 0 0 1 1. കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് 3 ആണ്. സോ 0 + 3. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നൗ
So pre-value and corresponding value. So interpretation of binary numbers. A sequence of binary digits can have multiple interpretations. So കമ്പ്യൂട്ടറിൽ നമ്മളിങ്ങനെ വൺസും സീറോസും ഉപയോഗിച്ച് നമ്മൾ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നു. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ സീറോ കൊടുക്കും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ വൺ കൊടുക്കും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കകത്ത് ഓരോ മെമ്മറിയിലെ ഒരു ബൈനറി ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇന്റർപ്രറ്റ് ചെയ്യുന്ന നമ്പർ പോസിറ്റീവ് നമ്പർ ആയിട്ടാണോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ സൈൻഡ് നമ്പേഴ്സ് ആണോ അൺസൈൻഡ് നമ്പേഴ്സ് ആണോ എന്ന് കമ്പ്യൂട്ടർ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതാണ്. അതായത് ഒരേ നമ്പർ തന്നെ അത് അൺസൈൻഡ് നമ്പർ ആണെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും, സൈൻഡ് നമ്പർ ആണെങ്കിൽ അത് വേറൊരു വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, there is no fixed or a predetermined meaning for any binary value. അതായത് കമ്പ്യൂട്ടർ അറിഞ്ഞുകൂടാ അതിന് സൈൻഡ് നമ്പേഴ്സ് ആയിട്ട് എടുക്കണോ പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ട് എടുക്കണോ എന്ന കാര്യം അറിഞ്ഞുകൂടാ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇംഗ്ലീഷിലെ സർട്ടൺ വേർഡ്സ്, ആ വേർഡ്സിന്റെ മീനിങ് എന്താണ് ആ വേർഡിന്റെ മീനിങ് എന്നുള്ളത് നമ്മളുടെ കോണ്ടെക്സ്റ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ആ കോണ്ടെക്സ്റ്റിലാണ് ആ വേർഡിന്റെ മീനിങ് ആപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് ആ വേർഡിന്റെ മീനിങ് ഇങ്ങനെയാണ് എന്നാണ്, അതാണ് ഇംഗ്ലീഷിൽ സർട്ടൺ വേർഡ്സിന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടാണ് സൈൻഡ് ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ 11000 ഇങ്ങനെ ഒരു നമ്പേഴ്സ് കിട്ടി. ഈ നമ്പർ ഇത് ഫുൾ ബൈനറി മാഗ്നിറ്റ്യൂഡ് ആയിട്ട് എടുക്കണോ, അതോ ഈ വണ്ണിന് നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ട് ബാക്കി മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കേണ്ടത്? അത് ആ കമ്പ്യൂട്ടറിന്റെ കോണ്ടെക്സ്റ്റിലാണ് അതിന്റെ ഡിസിഷൻ വരിക. സോ കമ്പ്യൂട്ടറിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ്, നമ്മൾ സൈൻഡ് നമ്പേഴ്സ് ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൈൻഡ് ആണ്. സോ അതിന്റെ ഡിസിഷൻ സൈൻ ആയിട്ട് എടുക്കാം. സോ ബൈനറി നമ്പർ സ്റ്റോർഡ് ഇൻ മെമ്മറി ഓൺലി ഹാസ് മീനിങ് ബേസ്ഡ് ഓൺ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്. സൈൻഡ് ആയിട്ടാണോ റെപ്രസെന്റ് ചെയ്യുന്നത്, അൺസൈൻഡ് ആയിട്ടാണോ? അൺസൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു വാല്യൂ, അൺസൈൻഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേറൊരു വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബൈനറി വാല്യൂ ഉണ്ട്. ആ ബൈനറി വാല്യൂ 11100001 ആണ്. ഇത് പറഞ്ഞ ബൈനറി വാല്യൂ. ഇതിന് കോണ്ടെക്സ്റ്റ് അൺസൈൻഡ് നമ്പർ ആണെങ്കിൽ, അൺസൈൻഡ് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ദെൻ വെയിറ്റേജ് പോവുക 1 2 4 8 16 32 64 പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 1 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 113 എന്നാണ് കിട്ടുക. സോ അൺസൈൻഡ് നമ്പർ സിസ്റ്റം ആണെങ്കിൽ, അൺസൈൻഡ് ആണ് കോണ്ടെക്സ്റ്റ് എങ്കിൽ 11100001 എന്ന് പറയുന്ന നമ്പർ ഈസ് ഈക്വലൻ ടു 113. ഓക്കെ, സോ അൺസൈൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് 113 ആണ്. ഇനി ഇതേ നമ്പർ തന്നെ സൈൻഡ് കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് 111001. സോ 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ദെൻ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ സമ്മ് 32 പ്ലസ് 16 പ്ലസ് സ്കിപ്പ് പ്ലസ് 1, അതായത് 17 പ്ലസ് 2 19 പ്ലസ് 3 30 49. Okay, so same number become minus 49. So 11100001 എന്ന് പറയുന്നത് അൺസൈൻഡ് കോണ്ടെക്സ്റ്റിലെ 113 എന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. സൈൻഡ് കോണ്ടെക്സ്റ്റിൽ സെയിം ബൈനറി പാറ്റേൺ -49 എന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. സോ ഇന്റർപ്രിട്ടേഷൻ ഈ രീതിയിൽ നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഈസ് കൺഫ്യൂസിങ്. ഏതാണ് കോണ്ടെക്സ്റ്റ് എന്ന് യൂസറിന് അറിയാൻ പറ്റുള്ളൂ. സോ ഏത് കോണ്ടെക്സ്റ്റിൽ ഇതിന് എടുക്കണം എന്നുള്ളത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അതൊരു ആംബിഗ്വിറ്റിയാണ്. അത് കൺഫ്യൂസ്ഡ് ആണ്. നെഗറ്റീവായിട്ട് എടുക്കണോ പോസിറ്റീവായിട്ട് എടുക്കണോ? പോസിറ്റീവായിട്ട് എടുത്താൽ തന്നെ, അല്ലെങ്കിൽ MS ബിറ്റിനെ കൺവെൻഷണൽ സൈൻ നൊട്ടേഷൻസിന് വേണ്ടി യൂസ് ചെയ്യണോ, മാഗ്നിറ്റ്യൂഡിന് വേണ്ടി യൂസ് ചെയ്യണോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. സോ ഈ പറഞ്ഞ നമ്പർ സിസ്റ്റവും ഒരു MSB ബിറ്റ് സൈനിന് വേണ്ടി റിസർവ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റവും കമ്പ്യൂട്ടറിൽ എഫക്റ്റീവ് അല്ല. സോ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചു. കൺവെൻഷണൽ ബൈനറി സിസ്റ്റം പഠിച്ചു, ദെൻ സൈൻഡ് റെപ്രസെൻറ്റേഷൻ പഠിച്ചു. രണ്ട് രീതിയിലും നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡാറ്റ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് ഓൾറെഡി വി ഡിസ്കസ്ഡ്. So therefore, the meaning of a binary number stored in the memory is based solely on the context in which it is used. സോ ഇഷ്യൂസ് വിത്ത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാണ്. ഇഷ്യൂസ് വിത്ത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, ഡുവൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു പോയിന്റ് ആണ്. 0യ്ക്ക് 2 റെപ്രസെൻറ്റേഷൻ വരും. ഫോർ എക്സാമ്പിൾ
പോസിറ്റീവ് സീറോ സൈൻ്റെ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സീറോ ആൻഡ് നെഗറ്റീവ് സീറോ എന്ന് പറയുന്ന നമ്പേഴ്സ് വരും. അതായത് നമുക്ക് അറിയാം നമ്പർ പോസിറ്റീവ് സീറോ ആൻഡ് നെഗറ്റീവ് സീറോ എന്ന് പറയുന്ന അങ്ങനെ സീറോ ഇല്ല. സീറോ ഈസ് സീറോ, നോ സൈൻ. ഓക്കെ, സോ നമുക്ക് പോസിറ്റീവ് സീറോ നെഗറ്റീവ് സീറോ. ഫോർ എക്സാമ്പിൾ 5 ബിറ്റുള്ള ഒരു നമ്പർ സിസ്റ്റം സൈൻ്റെ നമ്പർ സിസ്റ്റമാണ്. സോ സൈൻ്റെ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ നമ്പേഴ്സ് വന്നത് 0000 5 ബിറ്റ് വന്നു. അപ്പോൾ ആദ്യത്തെ ബിറ്റ് നമ്മൾ സൈനാണ്, രണ്ടാമത്തെ ലാസ്റ്റ് 4 മാഗ്നിറ്റ്യൂഡാണ്. സോ സീറോ ആയതുകൊണ്ട് പ്ലസ്, ദെൻ മാഗ്നിറ്റ്യൂഡ് സീറോ ആണ്, പ്ലസ് സീറോ. സോ ഇങ്ങനെ ഒരു ബൈനറി പാറ്റേൺ വന്നപ്പോൾ കമ്പ്യൂട്ടർ അതിനെ ഐഡന്റിഫൈ ചെയ്യുക പ്ലസ് സീറോ എന്നാണ്. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ബൈനറി പാറ്റേൺ വന്നു 1000. ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബിറ്റ് 1 മൈനസ് ആണ്, ദെൻ മാഗ്നിറ്റ്യൂഡ് സീറോ ആണ്. സോ പ്ലസ് സീറോ ആൻഡ് മൈനസ് സീറോ രണ്ട് ബൈനറി സീക്വൻസസ് വന്നപ്പോൾ കമ്പ്യൂട്ടർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആദ്യത്തെ പ്രാവശ്യം അത് പോസിറ്റീവ് സീറോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം നെഗറ്റീവ് സീറോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യും. അത് ഒരു ഡ്രോബാക്ക് ആണ്. So signed magnitude representation ഒരു ഡ്രോബാക്ക് ആണ്. ഡുവൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സീറോസ് ഇൻ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് എല്ലാം സീറോ ആകുന്നത് n ബിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. റെപ്രസെൻറ്റ്സ് പ്ലസ് സീറോ ആൻഡ് 1000 റെപ്രസെൻറ്റ്സ് മൈനസ് സീറോ. ദാറ്റ് ഈസ് ഇൻകൺവെൻഷണൽ. അങ്ങനെ ഒരു ഇല്ല, പോസിറ്റീവ് സീറോ നെഗറ്റീവ് സീറോ എന്ന് പറയുന്ന സംഭവം ഇല്ല. Since minus 0 and plus 0 are mathematically the same, having two representations for the same number can cause inconsistencies in comparisons and calculations. So, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ കമ്പാരിസൺസ് നമ്മൾ സി ലാംഗ്വേജിലോ അല്ലെങ്കിൽ പൈത്തണിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എഫ് എ ലെസ് ദാൻ ബി അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ കമ്പാരിസൺസ് ആണ് വരിക. സോ പ്ലസ് സീറോ ആൻഡ് മൈനസ് സീറോ, ഓക്കെ, അതിനെ സെയിം ആയിട്ട് എടുക്കണോ? സെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ് സെയിം, ബട്ട് ബൈനറി പാറ്റേൺ വെച്ചാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ രണ്ടിൻ്റെയും വാല്യൂ, എയുടെ വാല്യൂ സീറോ ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എക്ക് ഈ വാല്യൂ കിട്ടി, ബിക്ക് ഈ വാല്യൂ കിട്ടി. സോ മാത്തമാറ്റിക്കലി രണ്ടിനും സീറോ ആണ്, ബട്ട് പാറ്റേൺ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പാറ്റേണും സെയിം അല്ല. സോ എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിറ്റുവേഷൻ അവിടെ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Okay, then complex arithmetic operations, additions and subtraction requires special handling of sign bit. So ആദ്യത്തെ ബിറ്റ് നമ്മൾ പറഞ്ഞു സൈനിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. സോ ഇത് വരുമ്പോൾ MSB ബിറ്റിനെ മാത്രം എടുത്തിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹാർഡ്വെയർ തന്നെ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ CPU അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്റൽ ആണെങ്കിൽ ഇന്റൽ AMD ആണെങ്കിൽ AMD അവർ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യേണ്ടി വരും. പോസിറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഹാർഡ്വെയർ നമ്മൾക്ക് മനുഷ്യന് കാണാൻ പറ്റും, ബട്ട് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എല്ലാം സീറോയും വണ്ണും ആണ്. ഓക്കെ, ആദ്യത്തെ ബിറ്റിനെ എടുത്തിട്ട് സ്പെഷ്യലി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന് കോംപ്ലക്സ് ഓപ്പറേഷൻസ് ആണ് വരിക. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് കോംപ്ലക്സ് ആയിട്ട് മാറും. ദെൻ എക്സ്ട്രാ ലോജിക് ഈസ് നീഡഡ് ടു ഡിറ്റർമൈൻ വെദർ ടു ആഡ് ഓർ സബ്ട്രാക്ട്. അതായത് 0100 എന്ന് പ്ലസ് 1001 എന്ന് പറയുന്നത്. സോ ഇതറിയാം, 0 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്, 1 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. സോ 0 പ്ലസ് നെഗറ്റീവ് നമ്പർ അത് അഡീഷൻ ആണോ ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ആണോ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, so carry propagation can be inconsistent, making hardware implementation inefficient. Carry propagations, അതായത് ഓരോ പ്രാവശ്യം നമ്മൾ അഡീഷണൽ റൂൾ കാണിച്ചു, സെയിം റൂൾ ഈസ് ആപ്ലിക്കബിൾ ഇൻ സബ്ട്രാക്ഷൻ ഓൾസോ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓൾസോ. സോ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ സൈന് അല്ലെങ്കിൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് ക്യാരി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അഡീഷൻ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ ക്യാരി വരുമ്പോൾ ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ കമ്പാരിസൺസ് ഇഷ്യൂ, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളൊരു പ്രോഗ്രാമിൽ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കമ്പയർ ചെയ്യണം. എയുടെ ബി ഈക്വൽ ആണെങ്കിൽ ഓപ്പറേഷൻ 1 ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ 2 ചെയ്യണം. ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൻ്റെ ഒരു സിൻടാക്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ കാണിച്ചതുപോലെ എയുടെ വാല്യൂ ഇങ്ങനെ വന്നു, ബിയുടെ വാല്യൂ ഇങ്ങനെ വന്നു. സോ മാത്തമാറ്റിക്കലി എയും ബിയും ഈക്വൽ ആണ് നമുക്കറിയാം. എ ഈസ് ഈക്വൽ 0 ആണ്, ബി ഈസ് ഈക്വൽ 0 ആണ്. സോ എ ഈസ് ഈക്വൽ ടു ബി ആയി. പക്ഷേ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നതിൻ്റെ ബൈനറി പാറ്റേൺ ആണ്. ഈ പാറ്റേണും സെയിം അല്ല. സോ നമ്മൾ റിസൾട്ട് എയുടെ റിസൾട്ട് 0യും ബിയുടെ റിസൾട്ട് 0 ആണെങ്കിൽ ഓപ്പറേഷൻ 1 ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ ഡിസൈഡ് ചെയ്യുക ഓപ്പറേഷൻ 2 ചെയ്യാനായിട്ടായിരിക്കും. കാരണം 0000യും 100യും സെയിം അല്ല. സോ ഓപ്പറേഷൻ 2 ആയിരിക്കും അവിടെ ചെയ്യുക. ബട്ട് ദ യൂസർ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ 1 ചെയ്യാനാണ്. കാരണം ഇത് എന്ന് പറയുന്നത് 0 ആണ്, 100 എന്ന് പറയുന്നത് 0 ആണ്, രണ്ട് ഈക്വൽ ആണ്. ഈ ഓപ്പറേഷൻ 1 ചെയ്യണം, ബട്ട് കമ്പ്യൂട്ടർ പ്രൊസീഡ് വിത്ത് ഓപ്പറേഷൻ 2. ഓക്കെ, സോ അതും
കമ്പാരിസൺസ് ഇഷ്യൂ, അതായത് സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷനിൽ വരുന്ന മൂന്നാമത്തെ ഇഷ്യൂ ആണ് കമ്പാരിസൺസ് ഇഷ്യൂ. ഷുഡ് -0 and +0 be considered the same or different? This can lead to unpredictable results in condition checks and branching in programs. ബ്രാഞ്ചിങ് പ്രോസസ്സിലെ തെറ്റ്, എറർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി, മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ നാലാമത്തെ സയന്റിഫിക് റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ ഹാർഡ്വെയർ ഇനിഫിൽ. ഇത് ഉടനെ പറഞ്ഞതാണ്. അഡീഷണൽ ലോജിക് ഈസ് നീഡഡ്. മാനുഫാക്ചർ ചെയ്യുന്ന IC ഡിസൈൻ ചെയ്യുന്നവരെ അഡീഷണൽ ഹാർഡ്വെയർ കൊടുക്കേണ്ടി വരും. സൈനിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അഡീഷണൽ ഹാർഡ്വെയർ തന്നെ കൊടുക്കേണ്ടി വരും. ആദ്യത്തെ MSB ബിറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും സൈൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ ദിസ് ഇൻക്രീസ് ദ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി ആൻഡ് സ്ലോസ് ഡൗൺ ദ കമ്പ്യൂട്ടേഷൻ. സോ ഇതാണ് നമ്മളുടെ കൺവെൻഷണൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സിൻ്റെ സിസ്റ്റവും മെത്തേഡ്സും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ബൈനറി ആയാലും സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ആയാലും ഇത് രണ്ടും നമ്മൾ കമ്പ്യൂട്ടറിലെ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നൗ വാട്ട് ഈസ് ദ സൊല്യൂഷൻ? സോ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട് കമ്പ്യൂട്ടർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ വേണ്ടിയിട്ട്. അതിൽ ഒരു സൊല്യൂഷനാണ് ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ. ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ടൂസ് കോംപ്ലിമെൻ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? So computer designers favor signed integer representation that avoid the issue of 2 zeros. നമ്മളിപ്പോൾ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ 2 zeros ഇഷ്യൂ നമുക്ക്, പോസിറ്റീവ് 0 നെഗറ്റീവ് 0 ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Two's complement is one of the most widely used method for representing signed integers. Signed integers represent ചെയ്യാനുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ഒരു കൺവെൻഷണൽ സ്റ്റാൻഡേർഡാണ്. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ്. സോ ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദിസ് റെപ്രസെൻറ്റേഷൻ ഓൾ ബൈനറി പാറ്റേൺസ് ഫ്രം 000 ആർ അറേഞ്ച്ഡ് ഇൻ എ സർക്കുലർ ഫോം ഇൻ ഇൻക്രീസിങ് ഓർഡർ. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സർക്കുലർ പാറ്റേൺ, ഫോർ എക്സാമ്പിൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 ബിറ്റുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. സോ 3 ബിറ്റുള്ള നമ്പർ സിസ്റ്റം മിനിമം ഓൾ 0 ആണ്, മാക്സിമം ഓൾ 1 ആണ്. സോ നമ്മൾ 00 അത് 001 010 011 then 100 101 110 111 ഇങ്ങനെയാണ് നമുക്ക് 8 കോമ്പിനേഷൻസ് വരിക. അതിന് നമ്മൾ സർക്കുലർ പാറ്റേണിൽ എഴുതി 000 001 010 011 then 100 then 101 then 110 111 ഇങ്ങനെ എഴുതി. ഓക്കെ, ദെൻ സ്റ്റാർട്ടിങ് ഫ്രം 0, ഇതാണ്, ഇത് 0 ആണ്, ഇതിനെ നമ്മൾ 0 എന്ന് വിളിക്കും. ഓക്കെ, സോ 0 ആണെങ്കിൽ അതിന് 0. ഇനി നമുക്ക് അൺസൈൻഡ് നമ്പറാണ് റെപ്രസെന്റ്, എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇതിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 0 ഇത് 1 ആണ്, ഇത് 2 ആണ്, 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്, ഇത് 7 ആണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, അൺസൈൻഡ് വാല്യൂ ആണ്. ഇനി സൈൻഡ് റെപ്രസെൻറ്റേഷൻ ആണ് വേണ്ടതെങ്കിൽ ക്ലോക്ക് വൈസ് റീഡ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് 0ന്റെ ലെഫ്റ്റിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് റീഡ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് 111 എന്ന് പറയുന്നത് ഈസ് ഫോർ -1, 0 ഈസ് ഫോർ 0, ദെൻ ഹിയർ 1, ഹിയർ 2, ഹിയർ 3. ഓക്കെ, സോ 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ നമ്പർ +3 ആയിരിക്കും പോസിറ്റീവില്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ -1, ഇത് -2, ഇത് -3, ഇത് -4. സോ സൈൻഡ് വാല്യൂ അൺസൈൻഡ് വാല്യൂ റെപ്രസെൻറ്റേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്ന വാല്യൂസ് 0 മുതൽ 7 വരെയാണ്. അതായത് ഇതെല്ലാം പോസിറ്റീവ്. അൺസൈൻഡ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ, കൺവെൻഷണൽ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ 0 to 7 വരെ റെപ്രസെന്റ് ചെയ്യാം. അതിങ്ങനെ ക്ലോക്ക് വൈസിൽ റീഡ് ചെയ്യുന്നതാണ്. ഇനി സൈൻഡ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവിന് റെപ്രസെന്റ് ചെയ്യണം, നെഗറ്റീവിന് റെപ്രസെന്റ് ചെയ്യണം. പോസിറ്റീവ് വാല്യൂ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 0 മുതൽ 3 വരെ, 0 1 2 3 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെൻ നെഗറ്റീവ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ -1, -2 and -3 and -4. ടോട്ടൽ നമുക്ക് 8 കോമ്പിനേഷൻസ് കിട്ടും. സോ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് -4 to 0, -4 to 3, -4, -3, -2, -1, 0, 1, 2. ഓക്കെ, സോ 2 raised to n എന്ന് പറയുന്നത് 3 ആണ്. സോ 2 raised to n
പോസിബിലിറ്റീസ് നമുക്ക് പറയാൻ പറ്റും. 2 = 3 = 8 പോസിബിലിറ്റി, 8 നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം ആയിരുന്നുവെങ്കിൽ പ്ലസ് സൈനിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ +0 -0 വരും. +0 നമുക്ക് 0യ്ക്ക് വേണ്ടി തന്നെ യൂസ് ചെയ്യും. -0 റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അഡീഷണൽ നെഗറ്റീവ് നമ്പർ കൂടി വന്നു. -0 എന്ന് പറയുന്നത് 100 ആണ്. ആ 100 നമുക്ക് -4 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ 2's കോംപ്ലിമെന്റിൽ ഇപ്പോൾ 4 ബിറ്റ്സ് ആണെങ്കിൽ യു നീഡ് ടു മേക്ക് ദ സർക്കിൾ ബിഗ്. ഓക്കെ, സോ 4 ബിറ്റ്സിലുള്ള 4 ബൈനറീസിന്റെ 4 കോൺഫിഗറേഷൻസ് 16s വരും. ആ 16 ഇങ്ങനെ 16 വലിയൊരു സർക്കിൾ റെപ്രസെന്റ് ചെയ്ത് ക്ലോക്ക് വൈസിന്റെ പകുതി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 n/2 -1 n/2 -1 വരെ പോസിറ്റീവ് നമ്പർ ആൻഡ് 2 n/2 വരെ നെഗറ്റീവ് നമ്പേഴ്സ്. 2 n/2 വരെ നെഗറ്റീവ് നമ്പേഴ്സ്, ഒരു 0. സോ 2 n/2 0 to 2 n/2 -1 വരെ നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ്. പോസിറ്റീവ് നമ്പേഴ്സിനെയും നെഗറ്റീവ് നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യും. 00 ആംബിഗിറ്റി ഒഴിവാക്കാൻ പറ്റി. അഡീഷണൽ +0ക്ക് 0 ഉപയോഗിച്ചു. -0 എന്ന് പറയുന്ന നമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ -4 വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. So positive number starts from pole 0 and proceed clockwise. Negative number starts from 111 and proceed counterclockwise. Leftmost bit acts as a sign bit. So ഇവിടെയും നമുക്ക് ലെഫ്റ്റ് ബിറ്റിനെ സൈനിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 0 ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും, 1 ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഓൾറെഡി നമുക്കറിയാവുന്ന കൺവെൻഷണൽ സൈൻ ആൻഡ് കൺവെൻഷൻ തന്നെയാണ്. 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ, 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ. ഇൻസ്റ്റെഡ് ഓഫ് റെപ്രസെന്റിങ് in the conventional binary, we will represent the 2's complement notation. So sign ഇവിടെ തന്നെയുണ്ട്. -0 നമുക്ക് ഒരു വേറൊരു നമ്പറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റി. കമ്പ്യൂട്ടറിന് കൺഫ്യൂഷൻ ഇല്ല, അത് -0 അല്ല -4 ആയിരിക്കും ആ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. സോ പോസിറ്റീവ് 0, നെഗറ്റീവിന് 1. സോ പാറ്റേൺ വെച്ച് പറഞ്ഞതുപോലെ അവിടെ എഴുതി കാണിച്ചിരുന്നു. നമ്മൾക്ക് 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാവുന്ന ബൈനറിയുടെ വേരിയേഷൻ അല്ലെങ്കിൽ ഈ പാറ്റേൺ അനുസരിച്ച് റെപ്രസെന്റ് ചെയ്യാവുന്ന നമ്പേഴ്സിന്റെ റേഞ്ചാണ് -1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ -4 വരെ, അല്ലെങ്കിൽ 3 മുതൽ -4 വരെ. ഓക്കെ, സോ ഇത്രയും പോസിറ്റീവ് നമ്പേഴ്സ്, ഇത്രയും നെഗറ്റീവ് നമ്പേഴ്സ്, ഒരു 0. So in these representations, if we add, for example, 3 and -3, we get 0. So conventional representation നമ്മൾ ഒരു ഡ്രോബാക്ക് പറഞ്ഞിരുന്നു. പ്ലസും മൈനസും ആഡ് ചെയ്യുമ്പോൾ ഒരു എറർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ +3യും -3യും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന +3 അതിന്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് ഓക്കെ സോറി. സോ +3 എന്ന് പറയുന്നത് സൈൻ പ്ലസ് ആണ്. സോ 0, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1. അതുപോലെ -3യുടെ റെപ്രസെന്റേഷൻ, -3യുടെ 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ നമ്മളിവിടെ കണ്ടിരുന്നു. -3 എന്ന് പറയുന്നത് 101 ആണ്. സോ നമ്മൾ പിന്നീട് പഠിക്കുക എങ്ങനെയാണ് ഇത് പെട്ടെന്ന് എഴുതുന്നത്. സോ -3 എന്ന് പറയുന്നത് 101 ആണ്. സോ 101 ആണ് -3. 101 ആണ് -3. സോ +3യും -3യും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 + 1 is 0, carry 1. 1 + 1 is 0, 0 + 0 is 0, there is a carry here. Then 1 + 1 is 0, there is a carry over here. Okay, so നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഡിസ്കാർഡ് ദ ക്യാരി. നമ്മൾ പിന്നീട് പഠിക്കും, ഇതൊക്കെ നമ്മൾ അഡീഷണൽ റൂൾസിലൊക്കെ പഠിക്കുന്നതാണ്. സോ നമുക്കിവിടെ ആൻസർ കിട്ടിയത് 0 എന്നാണ്. ഓക്കെ, സോ 0 എന്ന് പറയുന്ന ആൻസർ 3യും -3യും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 കിട്ടി. ഓക്കെ, സോ ഇത് 2's കോംപ്ലിമെന്റ് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻസറിനെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് നമ്മൾ പിന്നീട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ റെപ്രസെന്റേഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ കീ ഫീച്ചേഴ്സ് ഓഫ് 2's കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. സിംഗിൾ 0 റെപ്രസെന്റേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒറ്റ 0 ഇവിടെ വരുന്നുള്ളൂ. അസിമെട്രി ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. With the n bits, total number of values that can be represented is 2n. Since one value is used for 0, the remaining values are odd in count. The results in one extra negative number compared with the positive. അപ്പോൾ നമ്മൾ 3 ബിറ്റ് നമ്മൾ പറഞ്ഞു 0 ഉണ്ട്, 1,
2 ആൻഡ് 3 പോസിറ്റീവ് നമ്പർ ഉണ്ട്, -1, -2, -3, -4 നെഗറ്റീവ് നമ്പർ. ഒരു എക്സ്ട്രാ നമ്പർ നെഗറ്റീവിൽ നമുക്ക് കൂടുതൽ കിട്ടി. ദിസ് റിസൾട്ട്സ് ഇൻ വൺ എക്സ്ട്രാ നെഗറ്റീവ് നമ്പർ കമ്പയർഡ് ടു പോസിറ്റീവ് നമ്പേഴ്സ്. സോ പോസിറ്റീവ് നമ്പേഴ്സിൽ ഒരെണ്ണം സീറോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു. ദെൻ അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 3 ബിറ്റ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് പറഞ്ഞു. പോസിറ്റീവ് നമ്പേഴ്സ് ഇതാണ്. 0 എന്ന് പറയുന്നത് ഒരെണ്ണം വന്നു. ദെൻ 100 എന്ന് പറയുന്നത് -4 വന്നു. നെഗറ്റീവ് 0 എന്ന് പറയുന്ന സാധനം -4നെ റെപ്രസെന്റ് ചെയ്യും. Then practical use, ability to represent one more negative number than positive is not a severe issue compared to having all zeros. Due to its efficiency, 2's complement is the most commonly used method for representing signed integers in computers. So നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ കമ്പ്യൂട്ടേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ നമ്പർ റെപ്രസെൻറ്റേഷൻസ്. നമ്മൾ ഡിഫറെൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ പഠിക്കുന്നത് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ആണ് കമ്പ്യൂട്ടറിനകത്ത് ഡാറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നോ, എങ്ങനെയാണ് നമുക്കൊരു നമ്പേഴ്സിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ +3 എങ്ങനെയാണ് ടൂസ് കോംപ്ലിമെന്റ്? സോ അതിന് ചെയ്യുന്ന മെത്തേഡ് 3യുടെ ബൈനറി പാറ്റേൺസ് ചെയ്ത ബൈനറി പാറ്റേൺ എന്ന് പറയുന്നത് 1 1 ആണ്. 3 എന്ന് പറയുന്നത് ബൈനറി പാറ്റേൺ ആണ്. സോ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ടൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നത് എല്ലാം ഇൻവേർട്ട് ചെയ്യാം. മീൻസ് 1നെ 0 ആക്കുക, 0യെ 1 ആക്കുക. ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടെ 0 0 ആകും. ദെൻ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. ഓക്കെ, സോ 0 + 1 1, ദെൻ 0 0 1 എന്ന് കിട്ടും. ഓക്കെ, സോ 3 എന്ന് പറയുന്നത് 0 1 ആയിട്ട് മാറി. സോ പ്ലസ് ആയതുകൊണ്ട് നമുക്കിവിടെ സൈൻഡ് 0 കൂടിയുണ്ട്. സോ ഇൻവേർട്ട് ചെയ്തപ്പോൾ ഇവിടെ 1 ആയി. 1 0 1 നമ്മൾ പഠിച്ചനുസരിച്ച് +3 എന്ന് പറയുന്നത് 0 1 1 ആണ്. സോ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. 1 മിനിറ്റ്. ഓക്കെ, സോറി. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് നമ്മുടെ സൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ തന്നെ ആയിരിക്കും. സോ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ സൈൻഡ് നമ്പർ തന്നെയാണ് ടൂസ് കോംപ്ലിമെന്റ് നമ്പർ. സോ പോസിറ്റീവ് നമ്പർ +3 ആണെങ്കിൽ പ്ലസിന് വേണ്ടിയിട്ട് നമ്മൾ 0 ഉപയോഗിച്ചു, 3ക്ക് വേണ്ടിയിട്ട് 1 1 ഉപയോഗിച്ചു. 2 + 1 3. സോ 0 1 1 ആണ് +3 എന്ന് പറയുന്നത്. ഓക്കെ, സോ പോയിന്റ് ഈസ് സൈൻഡ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സാധാ ഇത് തന്നെയാണ്. അത് സെയിം തന്നെയാണ്. ടൂസ് കോംപ്ലിമെന്റും കൺവെൻഷണൽ ബൈനറി റെപ്രസെന്റേഷനും സെയിം തന്നെയാണ്. ഓക്കെ, നൗ നെഗറ്റീവ് നമ്പറിലേക്ക് വരുമ്പോഴാണ് ഡിഫറൻസ് വരിക. നെഗറ്റീവ് നമ്പർ, സോ -3 ഉണ്ട്. -3യെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മൈനസിന് 1 കൊടുത്തു, 1ന് വേണ്ടി 3ക്ക് വേണ്ടി 1 1 കൊടുത്തു. സോ ഇവിടെയാണ് നമ്മൾ ടൂസ് കോംപ്ലിമെന്റിൽ റെപ്രസെന്റ്. എന്താണ് -3യെ ടൂസ് കോംപ്ലിമെന്റിൽ? അത് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു. 1നെ 0 ആക്കി, 1 1 എന്നുള്ളത് 1നെ 0 ആക്കി, ഈ 1നെ 0 ആക്കി, ഈ 1നെ 0 ആക്കി. എന്നിട്ട് ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. ഓക്കെ, സോ 1 ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? ദെൻ 1, ദെൻ 0, ദെൻ 0 0 0 1 എന്നാണ്. സോ 0 0 1 എന്ന് പറയുന്നതാണ് -3 എന്ന് പറയുന്ന നമ്പർ. സോ ലെറ്റ്സ് ചെക്ക്. -3 എന്ന് പറയുന്നത് 101 ആണ്. -3 എന്ന് പറയുന്നത് 101. സോ -3 റെപ്രസെന്റ് ചെയ്യണം. -3 റെപ്രസെന്റ് ചെയ്യാനായിട്ട് സോറി കൺഫ്യൂഷൻ, ഞാനൊന്ന് കൺഫ്യൂസ്ഡായി. ഓക്കെ, -3 റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. 3 എന്ന് പറയുന്ന വാല്യൂ 1 1 ആണ്. 1 നമ്മൾ ഇൻവേർട്ട് ചെയ്തു, 1നെ 0 ആക്കി, 1നെ 0 ആക്കി, ദെൻ 1 ആഡ് ചെയ്തു, 1 0 0 1 എന്ന് കിട്ടി. മൈനസിന് വേണ്ടിയിട്ട് 1 ഉപയോഗിച്ചു, 1 0. എങ്ങനെയാണ് അതിൻ്റെ മൈനസ്? സോ +3 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ +3 എന്ന് പറയുന്നത് 0 1 1 ആണ്. 0 1 1 ആണ്. -3 എന്ന് പറയുന്നത് ഇത് പ്രകാരം 1 0 1 ആണ്. സോ ചൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ +4
ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് +4 പോസിറ്റീവ് നമ്പറാണ്, കൺവെൻഷണൽ നമ്പർ സിസ്റ്റം തന്നെ. 4ന്റെ ബൈനറി കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് 100 ആണ്. ദെൻ സൈന് പോസിറ്റീവ് ആയിരുന്നു 0 കൊടുത്തു. സോ +4 എന്ന് പറയുന്നത് 0100 ആണ്. അതുപോലെ -4 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4ന്റെ വാല്യൂ 100, നമ്മളെല്ലാത്തിനും ഇൻവേർട്ട് ചെയ്തു. 101 ആയി, ഈ 0 1 ആയി, ഈ 1 0 ആയി. ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. 1 + 1 0, ക്യാരി 1, 1 + ക്യാരി 1 0, ക്യാരി, ദെൻ 0 + ക്യാരി 1 100. സോ ബൈനറി -4 എന്ന് പറയുന്നത് 100 ആണ്, മൈനസ് ആയതുകൊണ്ട് 1. സോ 1100 ആണ്. -4 എന്ന് പറയുന്നത് 1100. ഇതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. You can practice with the different numbers, representing them in 2's complement. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്. ടു റെപ്രസെൻറ്റ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ദേ മസ്റ്റ് ഫസ്റ്റ് ബി കൺവേർട്ടഡ് ഇൻ ടു സയൻറ്റിഫിക് നൊട്ടേഷൻ. ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ സയൻറ്റിഫിക് നൊട്ടേഷൻസിലേക്ക് നമ്മൾ മാറ്റണം. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു B⁻E ആണ്. ഇത് നമുക്കറിയാവുന്നതാണ്. എം എന്ന് പറയുന്നത് മാൻറ്റീസ എന്ന് പറയും, സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദ നമ്പർ. ബി ഈസ് ദ എക്സ്പോണൻറ്റ് ബേസ്, typically 2 in binary, and E is the exponent. So നമ്മൾ 1284 എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം, ഇറ്റ് ഈസ് 1.284 into 10⁻³ ആണ്. ഓക്കെ, ഇതാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൺവെൻഷണൽ സിസ്റ്റത്തിൽ ബിറ്റ്വീൻ 0 and 10 അതായത് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളതിനെ 10⁻⁴ എഴുതും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ, സോ ഇതിന് ഈ പാർട്ടിനെ മാൻറ്റീസ എന്ന് പറയും. ദെൻ ഇതിൻ്റെ ബേസ് ആണ്, ഇത് എക്സ്പോണൻ്റ് ആണ്. സോ മാൻറ്റീസ ഇൻറ്റു ബേസ് എക്സ്പോണൻ്റ് ആണ്. അതിൽ തന്നെ സൈനും നമുക്ക് കൊടുക്കാൻ പറ്റും. മാൻറ്റീസയ്ക്ക് സൈൻ ഉണ്ടായിരിക്കും, എക്സ്പോണൻറ്റിനും സൈൻ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ബൈനറി ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. സോ അവിടെ നമുക്ക് മാൻറ്റീസ പാർട്ട് ഉണ്ടായിരിക്കും, ബേസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും, എക്സ്പോണൻ്റ് ഉണ്ടായിരിക്കും. ബേസ് 10ൽ നമുക്ക് 0 to 9 ഇടയ്ക്കാണ് കൊണ്ടുവന്നതെങ്കിൽ ഇവിടെ നമ്മൾ 0 to 1 ഇടയ്ക്കാണ് നമ്മൾ നമ്പേഴ്സിനെ കൊണ്ടുപോകുക. സോ സെയിം 1 2 3 4നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 1 2 3 4 എന്ന് പറയുന്ന നമ്പർ, ഫോർ എക്സാമ്പിൾ 1 2 3 4 ഡെസിമലിൽ ബൈനറിയിലില്ല, 1 1 1 എന്ന് പറയുന്ന നമ്പറിനെയാണ് നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് പോയിന്റ് നമ്മൾ എവിടെ നിന്നുള്ളതാണ്. സോ 0.1111 എഴുതും. അതായത് 1 പോയിന്റ് അല്ല, 1 പോയിന്റ് എന്ന് പറയുമ്പോൾ 1നേക്കാൾ കൂടുതലായി. സോ 111 എന്ന് പറയുന്ന നമ്പർ 0.1111 എന്നാക്കി മാറ്റി ഇൻറ്റു 2⁻². നമ്മൾ ആക്ച്വൽ ഡെസിമൽ പോയിന്റ് ഇവിടെയായിരുന്നു. 1 2 3 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു. സോ 2⁻⁻⁴ ഇങ്ങനെ മാറ്റും. ഓക്കെ, നൗ 011 നമ്മൾ ഒരു ബൈനറി പാറ്റേൺ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. 2 കമ്പ്യൂട്ടറിന് അറിയാം, ഇറ്റ് ഈസ് ബേസ് 2 ആണ്. -4നെയും നമ്മൾ വേറൊരു ബൈനറി പാറ്റേൺ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. സോ 111 എന്ന് പറയുന്ന -4 അല്ല, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് +4 ആണ്. സോറി, സോ 2⁻² +3 അല്ലായിരുന്നു. സോ 2⁻+4 ആണ്. സോ നമുക്ക് ഈ +4ന് നമുക്ക് ഒരു ബൈനറി പാറ്റേൺ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 0111 എന്ന് പറയുന്നതിന് നമുക്ക് ആസ് ഇറ്റ് ഈസ് ബൈനറി പാറ്റേൺ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ 1111 എന്ന് പറയുന്ന ബൈനറി നമ്പറിന് നമ്മൾ കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും. ഓക്കെ, ലെറ്റ്സ് സീ. സോ റെപ്രസെൻറ്റ് 5.75 ഇൻ ബൈനറി. 5.75 നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ എക്സാമ്പിൾ ആയിട്ട് 5.75 എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ 5ന്റെ ബൈനറി കണ്ടുപിടിക്കും. അറിയാം, സെയിം മെത്തേഡ് തന്നെ. 2 ഡിവൈഡ് ചെയ്തു, 2 റിമൈൻഡർ 1 ആണ്. 2 ഡിവൈഡ് ചെയ്തു, കോഷ്യന്റ് 1 ആണ്, റിമൈൻഡർ 0 ആണ്. 2 ഡിവൈഡ് ചെയ്തു, 0 ആണ് കോഷ്യന്റ്, റിമൈൻഡർ 1 ആണ്. സോ 101 ആണ് 2. ഓക്കെ, സോറി 5 എന്ന് പറയുന്നത് 101 ആണ്. ദെൻ 0.75 ചെയ്യേണ്ടത് ഇൻറ്റു 2 ആണ്. 2 5s are 10, 2 7s are 14, 14 + 1 15, 1.5 ആണ്. ഹോൾ പാർട്ട് 1 എഴുതി. നൗ 0.50 ഇൻറ്റു 2 ചെയ്തു, 2 0, 2 5s are 10, 1. സോ എവിടെയും ഫ്രാക്ഷണൽ പാർട്ട് 1, ഹോൾ നമ്പർ 1 ആണ്. ഫ്രാക്ഷൻ 0 ആയി ടെർമിനേറ്റ് ചെയ്തു. സോ നമുക്ക് 1 1 എന്ന് കിട്ടി. സോ 5.75 ഈസ് ഈക്വൽ ടു 101.11 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത്.
സോ ആദ്യത്തെ സ്റ്റെപ്പ് കൈൻഡിഫിക് ടു കൺവേർട്ട് ടു സയന്റിഫിക് നൊട്ടേഷൻ, ഷിഫ്റ്റ് ദ ബൈനറി പോയിന്റ് ടു നോർമലൈസ് ദ നമ്പർ. സോ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്ത കൺവേർഷൻ പ്രോസസ്സ് 5.75നെ 101.11 ടു ദ ബേസ് ടു ദ 2 raised to 0 ആണ്. ഇതിന് നമ്മൾ ഇതാണ് ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത്, ബേസ് റേസ് ടു 0 ആണ്. Then അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, പോയിന്റ് ഒന്നിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, റേസ് ടു 2:1 ആയി. കൺവെൻഷണൽ 10 ആണെന്ന് വിചാരിച്ചാൽ മതി, 2:1. ദെൻ പോയിന്റിനെ ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ 2:2 ആയി. ദെൻ ഇതാണ് സ്റ്റാൻഡേർഡ്, 0.1011 ടു ദ ബേസ് 2 ഇൻറ്റു 2:3 ആയിട്ട് മാറി. സോ ഇത് ആണ് 5.75 എന്ന് പറയുന്ന നമ്പറിൻ്റെ സയന്റിഫിക് നൊട്ടേഷൻസ്. ഈ രീതി നമ്മൾ ബൈനറി പാറ്റേൺ കണ്ടുപിടിച്ചു, ബൈനറി പാറ്റേണിൽ നിന്ന് എക്സ്പൊണൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ചെയ്തു, ദെൻ നോർമലൈസേഷൻ ചെയ്തു. നോർമലൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സ് 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം. മാഗ്നിറ്റ്യൂഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കാണ്. ഡെസിമലിൽ നമ്മൾ 0ക്കും 9നും ഇടയ്ക്ക് എഴുതുക, ഇവിടെ അങ്ങനെയല്ല, 0ക്കും 10നും ഇടയ്ക്ക് എഴുതുക. 9 പോയിന്റ് വരെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ 0.1 എന്ന 0ക്കും 1നും ഇടയ്ക്കാണ് നമ്മുടെ നമ്പർ വരേണ്ടത്, അതായത് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ റേസ് ടു ഇൻറ്റു 2:3. സോ നമ്മളുടെ മാൻഡിസ എന്ന് പറയുന്നത് ഇതാണ്, എം എന്ന് പറയുന്ന പാർട്ട് ഇതാണ്, ഇ എന്ന് പറയുന്ന പാർട്ട്. സോ എം ഈക്വൽ ടു 0.1011 ആണ്. സോ മാൻഡിസ പാർട്ട് ഇതാണ്. എക്സ്പൊണൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലസ് ആണ്. ഓക്കെ, +3 ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെയും മാഗ്നിറ്റ്യൂഡ് പ്ലസ് ആണ്. സോ പ്ലസിന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബിറ്റ് വേണം, ഇവിടെയും പ്ലസ് ഉണ്ട്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനൊരു ബിറ്റ് വേണം. സോ നമ്മൾ ഈ 5.75 എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് കമ്പ്യൂട്ടറിലാണ് 5.575 റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ബിറ്റ് വാല്യൂവിൻ്റെ സൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. സോ 16ലെ MSB ബിറ്റ് സൈനിന് വേണ്ടി യൂസ് ചെയ്തു. സൈൻ നമ്പർ ഈസ് പോസിറ്റീവ്, സോ അതുകൊണ്ട് നമ്മളിവിടെ 0 കൊടുത്തു. ബാക്കി ഒരു 9 ബിറ്റ്, സോ ഒരെണ്ണം നമ്മൾ സൈനിന് കൊടുത്തു, ഒരു 9 ബിറ്റ് മാൻഡിസയ്ക്ക് വേണ്ടി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 10 ആയി. ബാക്കി 6 ഉണ്ട്. 6 ഒരു 10th ബിറ്റ്, ഒരു ബിറ്റ് എക്സ്പൊണന്റിന്റെ സൈനിന് വേണ്ടി കൊടുത്തു. സോ എക്സ്പൊണന്റ് സൈൻ ഇവിടെ പ്ലസ് ആണ്, സോ നമ്മളവിടെ 0 റിസർവ് ചെയ്തു, 0 കൊടുത്തു. സോ 11 ആയി. ബാക്കി ഉള്ള 5 അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുന്നവരാണ് തീരുമാനിക്കുക, കൺവെൻഷൻ സ്റ്റാൻഡേർഡ് ഒന്നുമല്ല. 5 ബിറ്റ് നമ്മൾ എക്സ്പൊണന്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ 3 ആണ്, +3 ആണ്. 3 എന്ന് പറയുന്നത് 110001. ഓക്കെ, സോ 3 നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ 0.1011 ദെൻ +3 എന്ന് പറയുന്നത് 0.01 ദെൻ എക്സ്പൊണന്റിന്റെ സൈൻ 3 ആണ്, പോസിറ്റീവ് ആണ്, 0 കൊടുത്തു. 3 നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് 0.01. സോ ഇതാണ് അതിൻ്റെ ഒരു ബൈനറി പാറ്റേൺ. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് 5.75 റെപ്രസെന്റ് ഈ രീതിയിൽ. ലെറ്റ്സ് സീ. സോ മാൻഡിസ ഈസ് 0.1011 ആൻഡ് എക്സ്പൊണന്റ് ഈസ് +3. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ പ്ലസ് ആയതുകൊണ്ട് ആദ്യത്തെ ബിറ്റ് 0 കൊടുത്തു. ഈ പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യും, കമ്പ്യൂട്ടറിൽ പ്രത്യേകം കൊടുക്കില്ല, അത് അസ്യൂംഡ് ബൈനറി പോയിന്റ് ആണ്. ആദ്യത്തെ മാൻഡിസ സൈന് ശേഷം വരുന്നതിൽ പോയിന്റ് ഉണ്ട് എന്ന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നവർ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പോയിന്റിന് പ്രത്യേകം സ്റ്റോർ ചെയ്യില്ല. ഓക്കെ, നൗ 1011 റെപ്രസെന്റ് ചെയ്യുന്നത് 9 ബിറ്റ് ആണ് നമ്മൾ മാൻഡിസയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 നമ്മൾ ആവശ്യമായത് 5 ഫില്ല് ചെയ്തു. ബാക്കിയുള്ള സ്പേസ് എല്ലാം ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ 0 ആയിട്ട് റിസർവ് ചെയ്യും, എംറ്റി ആയിട്ടില്ല, അവിടെ 0 ആയിട്ട് കൊടുക്കും. നൗ എക്സ്പൊണന്റ് പാർട്ട് വരുന്നത് 0 ആണ്, ബിക്കോസ് എക്സ്പൊണന്റ് +3 ആണ്, അവിടെ 0 കൊടുത്തു. നൗ റിമൈനിങ് 3 ആണ്. 3 എന്ന് പറയുന്നത് 00011 റെപ്രസെന്റ് ചെയ്യും. ഇതാണ് 5.75 എന്ന് പറയുന്ന നമ്പർ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്ന ബൈനറി പാറ്റേൺ എന്ന് പറയുന്ന ഈ രീതിയിലായിരിക്കും. സോ ഈ പാറ്റേൺ നമ്മൾ ഏത് നമ്പർ തന്നാലും ഈ ബൈനറി പാറ്റേൺ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം, എക്സാമിൽ ചോദിക്കും. സോ 5.75 എന്ന് പറയുന്ന നമ്പറിനെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 5ന്റെ ഡെസിമൽ കണ്ടുപിടിച്ചു, 0.75 ഡെസിമൽ കണ്ടുപിടിച്ചു, നോർമലൈസ് ചെയ്തു, 0.1 ഇടയ്ക്കട്ട് എഴുതി, എക്സ്പൊണന്റ് റേസ് ടു +or- എഴുതി. ഇനി -3 ആണ് വന്നതെങ്കിൽ ഈ പാർട്ട് 1 ആയിട്ട് മാറും, 3 അങ്ങനെ തന്നെ, മാഗ്നിറ്റ്യൂഡ് അങ്ങനെ തന്നെ. ദെൻ -5.75 ആണെങ്കിൽ 0ക്ക് പവർ 1 വരും. ബാക്കി എല്ലാം സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ്. സോ ദിസ് വേ വി ക്യാൻ റെപ്രസെന്റ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഇൻ കമ്പ്യൂട്ടർ. സോ ദ മാൻഡിസ 9 ബിറ്റ്സ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നോർമലൈസ് ദ മാൻഡിസ ഇങ്ങനെ എഴുതണം.
and as it is will be stored inside the computer. Exponent 5 bits ഉണ്ട്, 3 plus 3 ആണ്, 0001 റെപ്രസെന്റ് ചെയ്യും. ദെൻ സൈനിന് വേണ്ടിയിട്ട് ഒരെണ്ണം, അത് ഏറ്റവും MSB ബിറ്റ് ആയിരിക്കും. സൈൻ ഓഫ് എക്സ്പൊണന്റ് പ്ലസ് ആണ്, സോ ഇവിടെ പോസിറ്റീവ് നമ്മൾ വെച്ചു. അതുകൊണ്ട് 16 ബിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് 5.75 ഈസ് ദിസ് നമ്പർ. എങ്ങനെയാണ് ഇത് കിട്ടിയത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. So as a homework, you can practice this, how to represent minus 5 by 16. Minus 5 by 16 എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സോ -5 ചെയ്ത് നോക്കുമ്പോൾ -5/16 ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. കറസ്പോണ്ടിങ് നെഗറ്റീവ് ആയതുകൊണ്ട് 1 വന്നു, 101 101, ബാക്കിയെല്ലാം 0. ദെൻ എക്സ്പൊണന്റ് നെഗറ്റീവ് ആണ്, 1 കൊടുത്തു. 2 എന്ന് പറയുന്നത് എക്സ്പൊണന്റ് 1 ആണ്, 1 എന്ന് പറയുന്നത് 0001 ആണ്. Okay, this is the way how we can represent different fraction numbers in computer. So -5/16 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്ത് നോക്കുക, ഈ പാറ്റേൺ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. So that's all about data number representations in computer.